ഞാൻ ഈ സെഷൻ്റെ പേരിൽ ഇതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. വളരെ ആധുനികമായ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെഷനാണ് നമുക്ക് തൊട്ടു മുമ്പ് അവസാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രാഷ്ട്രീയ സമസ്യകളാണ് ഈ സെഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മൈൻഡ് സെറ്റിൽ ചെറിയ വ്യത്യാസം ആവശ്യമുണ്ട്. രണ്ട് തലങ്ങളിലാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, രണ്ട് തലങ്ങളിലാണ് ഈ ചർച്ച. നമ്മുടെ ചർച്ചാ വിഷയം ഏകസ്വരതയും ഇന്ത്യ എന്ന സങ്കല്പനവും എന്നുള്ളതാണ്. 3 വ്യത്യസ്ത മേഖലകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ള വ്യക്തികളാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ വളരെ കുറച്ച് സമയം മാത്രം എടുത്തുകൊണ്ട് ഒരു ആമുഖം സൂചിപ്പിക്കുകയും നമുക്കാകെ ഒരു 1.5 മണിക്കൂർ സമയമാണുള്ളത്. ഈ അവസാനത്തെ സമ്മേളനവും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഓരോ വിഷയാവതാരകരും സംസാരിക്കും. പിന്നീട് അവർക്ക് അത്യാവശ്യമാണെങ്കിൽ 1-2 മിനിറ്റ് കൂടി നൽകാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ സ്വീകരിക്കാം. ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു സെഷൻ നീങ്ങുന്നത്. ഈ വിഷയം വളരെ കാലിക പ്രാധാന്യമുള്ള ഒന്നാണ്, വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ CF ആൻഡ്രൂസിന് അയച്ചിട്ടുള്ള ഒരു കത്ത് ഈയിടെ മാധ്യമങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ തന്നെ ഒരു ചർച്ചയായി വരികയാണ്. അദ്ദേഹം ഇന്ത്യയെ പറ്റി സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജിയോഗ്രാഫിക്കൽ എൻറ്റിറ്റി അല്ല, അതൊരു ഭൂപടമല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആശയമാണ്. ഒരു ഭൂപടത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല, ഒരു 4 ചുവരുകൾ അത്തരത്തിലുള്ള ഒന്നല്ല ഇന്ത്യ എന്ന് പറയും. അതിനകത്ത് തന്നെ വളരെയേറെ വൈവിധ്യങ്ങളുള്ള, വളരെയേറെ വ്യത്യസ്തതകൾ പുലർത്തുന്ന, സാമൂഹികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ടും എല്ലാം തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ പുലർത്തുന്ന, എന്നാൽ ഇവയിൽ നിന്നെല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരാശയത്തിന്റെ സംഘാതമായിട്ടുള്ള ഒരു വലിയ ഒരു മാനവികതയുടെ ഒരു പ്രത്യേക തലത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ സങ്കല്പനത്തെ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഐഡിയ ഓഫ് ഇന്ത്യ, അതായത് ആ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, ആ വൈരുദ്ധ്യത്തെ ശക്തിയാക്കുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പനം മുന്നോട്ട് വെക്കാൻ സാധിച്ചു. സുനിൽ ഖിൽനാനിയെ പോലുള്ള ആൾക്കാർ അതിനെ ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമായിട്ട് തന്നെ പിന്നീട് വികസിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലെല്ലാമാണ് ആ വിപുലമായ രീതിയിൽ ഉണ്ടാകുന്ന ചർച്ച ഉയർന്നു വന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ ഇത് വളരെ വളരെ പ്രസക്തമായി. കാരണം പല പേരുകളിൽ, പല കാരണങ്ങളാൽ, വിഭജനത്തിന്റെ പേരിൽ, നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ പേരിൽ, രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ, തൊഴിലില്ലായ്മയുടെ, നിരക്ഷരതയുടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഈ ജനങ്ങൾ, ഈ നാട്ടിലുണ്ടാകുന്ന ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ഒരു വലിയ ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അന്നത്തെ ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. അതിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലോ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിലോ, ഒരു നേതാവ് എന്നുള്ള നിലയിലോ, അതിനെല്ലാം അപ്പുറമായി ഇന്ത്യ എന്നുള്ള ഒരു ഒറ്റക്കെട്ടിൽ, ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ എല്ലാ പ്രയാസങ്ങളെയും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒരു വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിനകത്തേക്ക് കടക്കുക. അതായിരുന്നു ശരിയെന്നാണ് പിന്നീട് നമ്മുടെ രാജ്യത്തെ അനുഭവങ്ങളെല്ലാം തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫെഡറൽ വ്യവസ്ഥയായി മാറുന്നത്. അതിലെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മളുടെ ഭരണഘടന രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിന്റെ മൊറാലിറ്റീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റീസ്, അത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. അത്രയെല്ലാം മഹത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു ആ വളർച്ചയിലൂടെയാണ് ഇന്ത്യ ഒരു അസ്ഥിവാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന അവസരത്തിൽ
ആ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഇന്ത്യ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏകസ്വരതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും അവിടെയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ആ ഒരു ഏകസ്വരതയിൽ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പന നമുക്ക് ഇതുവരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ആ ഒരു പുതിയ രീതി എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന ഇന്നത്തെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ഈ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യും. ഈ ബഹുസ്വരതയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടാകുന്ന ഈ ഒരു ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മേഖലകളെയും അടിച്ചുടച്ച് ഒരു ഏകശിലാ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു വസ്ത്രം, ഒരു ഭക്ഷണ രീതി എന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന അടിച്ചൊതുക്കി അതിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബഹുസ്വരതയിൽ അധിഷ്ഠിതമായി എല്ലാ വൈവിധ്യങ്ങളെയും ശക്തിയാക്കി മാറ്റിക്കൊണ്ട് വളർന്നു വന്ന ഒരു രാജ്യത്ത് ഈ ഏകസ്വരത ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പനം ഏതൊരു രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. വളരെ പ്രഗത്ഭരായി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പോലുള്ളവർ, വർഷങ്ങളായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള ചെക്കനെ പോലുള്ള സഖാക്കൾ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അരുണ പോലുള്ളവർ, അവരെല്ലാം അവരുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും. ചെറിയ ചെറിയ സമയത്തിനനുസരിച്ച് നമുക്ക് നീക്കുപോക്കുകൾ നടത്താം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ആദ്യമായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി കെ എന്നോട് അഭ്യർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അനുവദന വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലം ഏറെക്കുറെ മോഡറേറ്റർ TPQ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിനുള്ളൊരു പ്രത്യേകത നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് മുമ്പേ തന്നെ അത് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഇപ്പോൾ അത് സത്യത്തിൽ മർദ്ദകമായൊരു മാനം കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുസ്വരത, ഏകസ്വരത എന്നുള്ളതിനെ എല്ലാ സന്ദർഭത്തിലും പരസ്പരം വർദ്ധിക്കുന്ന വിപരീതങ്ങളായി കാണാൻ കഴിയില്ല. അതേസമയം മർദ്ദകമായി തീരുന്ന എന്തും ഏതും ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് അത്യന്തം അനിവാര്യമാണ്. പ്രത്യേകിച്ചും 2025 ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾ കൊണ്ടോ പ്രബന്ധങ്ങൾ കൊണ്ടോ പ്രതിരോധിക്കാനാവാത്ത എത്രമേൽ ആശയപ്രചാരണം ജനായത്വം അതിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചാലും അതിനെയൊക്കെ നിർവീര്യമാക്കാൻ കഴിയുന്ന സാമാന്യബോധത്തിൻ്റെ വലിയൊരു ലോകം. ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും നമ്മുടെ സംഭാഷണത്തെ പോലും, നമ്മുടെ ആശയപ്രചാരണത്തെ പോലും ഒരു നിശ്ചിത അതിർത്തിക്കകത്ത് ഒതുക്കുന്ന അദൃശ്യമായ ഒരു മർദ്ദക സംവിധാനം. അതായത് സാമാന്യബോധം എന്ന് പറയുന്നത് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ ഗ്രാംഷിയെല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രാംഷി അതിനെ തത്വചിന്തകരല്ലാത്തവരുടെ തത്വചിന്ത, ഫിലോസഫി ഓഫ് നോൺ ഫിലോസഫേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നത് സകലമാന മനുഷ്യൻ എത്ര ജാഗ്രത പുലർത്തിയാലും ഈ സാമാന്യബോധത്തിൻ്റെ ഒരു തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇങ്ങനൊരു തടവറയിലാണ് താങ്കളെന്ന് ആദ്യം തിരിച്ചറിയണമല്ലോ, എന്നാലല്ലേ അത് തകർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തടവറ തന്നെ ഒരു സുഖവാസ കേന്ദ്രമായി തീരുന്ന ഒരവസ്ഥ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വിശകലനം ചെയ്താൽ അവിടെ 2 കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ടിക്കറ്റ് പരിശോധകന് തോന്നുകയാണ് ലോഹയിട്ട 2 സ്ത്രീകളെ കാണുമ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാവുകയാണ്, വെളിപാടുണ്ടാവുകയാണ്.
അവരുടെ കൂടെയുള്ളവരെ കടത്തിക്കൊണ്ടുപോവുകയായിരിക്കും, മതപരിവർത്തനമായിരിക്കും എന്ന് തോന്നുകയാണ്. ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, മതപരിവർത്തനമാണ് എന്ന് തോന്നുമ്പോഴേക്കും ആ ടി വിളിച്ചത് പോലീസിനെ അല്ല, നിയമപാലകരെ അല്ല, ബജ്രംഗ് ദൾ എന്ന ഫാസിസ്റ്റ് ഗുണ്ടാ സംഘത്തെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഒരു വസ്തുവിന് അതിന്റെ പേരിൽ തന്നെ വിളിക്കാനുള്ള ഒരു വൈമനസ്യാണ്. ഗാന്ധിയെ കൊന്നത് ഏതോ ഒരു ഗോഡ്സെ അല്ല ഗാന്ധിയെ കൊന്നത് എന്ന് അമർത്തി പറയാനുള്ള. അതുകൊണ്ടാണ് 1984 രൂപപ്പെട്ട ബജ്രംഗ് ദൾ അതെന്ത് പശ്ചാത്തലത്തിൽ ഏത് ദൗത്യം നിർവഹിക്കാനാണ് രൂപപ്പെട്ടത് എന്ന് പഠിക്കുമ്പോൾ അതിനെ ഒരു നവ ഫാസിസ്റ്റ് ഗുണ്ടാ സംഘം, ഇത് എൻ്റെ ഒരു പരികല്പനയൊന്നുമല്ല, വില്യം ഷിറർ ഫാസിസ്റ്റ് സേനയെ യൂണിഫോംഡ് റൗഡീസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ സൂചിപ്പിക്കുന്നത് വിവരം അറിയിക്കുന്നത് പോലീസിലല്ല, ബജ്രംഗ് ദളിനെയാണ്. പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബജ്രംഗ് ദളാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി നിസ്സഹായരായ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യരുടെ നേരെ നടത്തിയ കടന്നാക്രമണങ്ങൾ, ഇതെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ആ പ്രതികരണം മതപരിവർത്തനം. എല്ലാ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരും മതപരിവർത്തനം എന്നതിന്റെ മുമ്പിൽ എത്തുമ്പോൾ സ്തംഭിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണത്? അവിടെയാണ് നമ്മുടെ ബഹുസ്വരത. നമുക്ക് സൗകര്യത്തിന് ശിരസിലണിയാനുള്ള ഒരു കിരീടമാണ്. നമുക്ക് സൗകര്യത്തിന് ചളി ചവിട്ടാതിരിക്കാൻ കാലിൽ അണിയാനുള്ള ഒരു പാദരക്ഷയാണ്. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ ഉഴുതുമറിക്കുന്ന, നമ്മളെ തന്നെ പുനർനിർമ്മിക്കുന്ന ഒരു അധികാര വ്യവസ്ഥയുടെ അകത്ത് നിന്ന് അതിനപ്പുറത്തുള്ള ഒരു ബദൽ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന്റെ നേതൃത്വമായി നാം തന്നെ മാറുന്ന, നാം നമ്മളെ തന്നെ മാറ്റുന്ന, സ്വയം നടത്തേണ്ട നിരന്തരമായ ഒരു മൽപ്പിടുത്തത്തിന് അതിന് അവധി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ബഹുസ്വരതയെ കുറിച്ചും സംസാരിച്ചിട്ടും പ്രബന്ധം എഴുതിയിട്ടും വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മതപരിവർത്തന വിരുദ്ധ ബില്ല് നിലനിൽക്കുന്നത്, ആ ജനായത്ത വിരുദ്ധ ബില്ല് നിലനിൽക്കുന്നത് നിയമവ്യവസ്ഥയുടെ, സർക്കാരിന്റെ നിയമവ്യവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ജാതി മേൽക്കോയ്മ നിർമ്മിതിയാണ്. എന്തുകൊണ്ടെന്നാൽ ജാതി മേൽക്കോയ്മക്ക് തിരസ്കരിക്കാനല്ലാതെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അതൊരു മൂല്യ വ്യവസ്ഥയല്ല, അതൊരു അധികാര വ്യവസ്ഥയാണ്. ലോകത്തുള്ള എല്ലാ മതങ്ങളെ കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ വിമർശനമുള്ള ഒരു മാർക്സിസ്റ്റ് എന്ന നിലയിൽ എല്ലാ വിമർശനത്തിന്റെയും ഉപക്രമം മതവിമർശനമാണെന്ന് കരുതുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ എല്ലാ മതങ്ങളിലും മഹത്തായ മൂല്യങ്ങളുണ്ട്, അസംബന്ധങ്ങൾ. എന്നാൽ ജാതി മേൽക്കോയ്മ വ്യവസ്ഥ എന്ന് പറയുന്നത് അസംബന്ധമല്ല, അസംബന്ധത്തെയൊക്കെ അപ്രസക്തമാക്കുന്ന, എല്ലാ വൈവിധ്യങ്ങളെയും കൃത്രിമമായ ഏകത്വത്തിലേക്ക് വെട്ടിച്ചുരുക്കുന്ന ഒരു അധികാര ശക്തിയാണ്, മേൽക്കോയ്മ ശക്തിയാണ്. അധികാരം എന്ന വാക്കിനേക്കാൾ മേൽക്കോയ്മയാണ്. വേണ്ടടുത്ത് ചവിട്ടും, അല്ലാത്തടത്ത് കാല് കഴുകി കൊടുക്കും, രണ്ടും ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജാതി മേൽക്കോയ്മ സൃഷ്ടിച്ചിട്ടുള്ള ആ ജാതി മേൽക്കോയ്മയുടെ ആശയമാണ് സത്യത്തിൽ മതപരിവർത്തന വിരുദ്ധ കാഴ്ചപ്പാടായിട്ട് വരുന്നത്. ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ വിവിധ മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിൽ പെടാത്തവരും ഒന്നിച്ച് ജീവിക്കുന്നതിനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ഒരു വിനയ വിസ്തൃത മാനസികാവസ്ഥ ഉണ്ടാവണം. അതില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ജനായത്തവാദികളും സ്തംഭിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് സ്വന്തം വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തന സംഭവം. മതപരിവർത്തനം എന്ന് പറയുന്നതിൽ ഒരു മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്കുള്ള പരിവർത്തനം മാത്രമല്ല, മതത്തിൽ നിന്ന് തന്നെയുള്ള പരിവർത്തനം. അതായത്
ഇസ്ലാം മതം വിട്ട് ക്രിസ്തു മതം വിട്ട് ഹിന്ദുമതം സ്വീകരിക്കുന്നത് പോലെ എല്ലാ മതങ്ങളും വിട്ട് മതരഹിതമായ ഒരവസ്ഥയിലേക്ക് കടക്കുന്നതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് സാമാന്യബോധമാണ്. വൈവിധ്യങ്ങളെ വെട്ടി, വൈവിധ്യങ്ങളെ വിരോധങ്ങളാക്കി, വൈവിധ്യങ്ങളെ കൃത്രിമ ഏകത്വത്തിലേക്ക് ചുരുക്കി നമ്മുടെ ജീവിതത്തിന്റെ സാധ്യതകളുടെ വാതിലുകൾ മുഴുവൻ അടച്ച് കുറ്റിയിട്ട് ജീവിതത്തെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയാക്കി രൂപാന്തരപ്പെടുത്തി. എന്നാൽ ആ വീർപ്പ് മുട്ടൽ പോലും സ്വയം തിരിച്ചറിയാനാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ബഹുസ്വരത നേരിടുന്ന, ഇന്ത്യൻ ബഹുസ്വരത നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ത്യൻ സാമാന്യ ബോധമാണ്. ജാതി മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സാമാന്യ ബോധമാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മതപരിവർത്തനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ആരാണ്? ഒരു സംശയവും വേണ്ട, ജാതി മേൽക്കോയ്മയാണ്. ഭരണകൂട മാധ്യമങ്ങളിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ബന്ധമാതൃകൾ, ഭാഷ, എല്ലാറ്റിലും നമ്മൾ അറിയാതെ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സവർണ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളാണ് ശ്രേഷ്ഠം. സവർണ മൂല്യങ്ങളുടെ മുമ്പിൽ ഒരു ജനസമൂഹത്തെ കൊണ്ട് സാഷ്ടാംഗം പ്രണമിപ്പിക്കാൻ ബലം പ്രയോഗിച്ചിട്ടല്ല, ആവശ്യമായാൽ ബലവും പ്രയോഗിക്കും. ഇതാണ് മികച്ചത്, ഇതാണ് മുഖ്യധാര. എത്ര കാലമായി നമ്മുടെ സാംസ്കാരിക സംവാദത്തിലൊക്കെ മുഖ്യധാര എന്നൊരു പരികൽപ്പന ഒരു പരിക്കും കൂടാതെ നമ്മൾ തന്നെ, ജനായത്തവാദികൾ തന്നെ സുരക്ഷിതമായി നിലനിർത്തി പോരുന്നത്. അങ്ങനെ ഒരു ധാരയുള്ളൂ. നമ്മൾ ഈ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ടെന്നൊക്കെ പറയും, മൾട്ടി ഡയമെൻഷനൽ, ബഹുമാനം എന്ന് നമ്മൾ പറയും. കാര്യത്തോടടുക്കുമ്പോൾ ഒറ്റ മാനം. ഒരു ഭൂമി പൂജ, റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ മന്ത്രോച്ചാരണം. ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരുണ്ട്, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുണ്ട്, ഒരു മതത്തിലും പെടാത്തവരുണ്ട്. സ്റ്റേറ്റ് അതിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളിലും ഈ പറഞ്ഞ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പ് വരുത്തണ്ടേ? അതല്ലേ ജനായത്വം? അതിന് പകരം ഒരൊറ്റ ആചാരം മാത്രം, ഒരൊറ്റ അനുഷ്ഠാനം മാത്രം. അതുപോലെ തന്നെ ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് ദേശീയ പദവി നൽകുമ്പോൾ ഈ ദേശത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ചെറുതും വലുതുമായ സമസ്ത ഉത്സവങ്ങൾക്കും ദേശീയ പദവി നൽകണ്ടേ? നൽകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പലതരത്തിലുള്ള ദേശീയതകളുണ്ട്. അതാണ് ഞാൻ അടുത്ത് സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് ഇവിടെ ടിപിക്കു സൂചിപ്പിക്കാൻ ശ്രമിച്ചു, ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടു വരുന്നത്. ആ ആശയം രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാംസ്കാരികവും രാഷ്ട്രീയവും കലാസാഹിത്യപരവും പ്രധാനമായും 3 തരത്തിലുള്ള. അതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്. എന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരം മാത്രമല്ല, ജാതി മേൽക്കോയ്മക്കെതിരെ നടന്ന വലിയ സമരങ്ങളുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തെ കുറിച്ച് ഏറ്റവും കൗതുകരമായി എനിക്ക് തോന്നിയ നിരീക്ഷണം, അതേക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഉർവശി ഭൂട്ടാലിയയുടെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, മൗനത്തിന്റെ മറുപുറം എന്ന പുസ്തകത്തിൽ അവർ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു ഇന്ത്യ പാക് വിഭജനം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മ പറഞ്ഞു കേട്ട ഒരു കഥയാണ്. എന്നാൽ 1984 അതവർക്ക് കഥയല്ല, അമ്മ പറഞ്ഞു കേട്ട കഥയല്ല. കാരണം 84 സിഖ് വംശഹത്യയുടെ സവിശേഷമായ പശ്ചാത്തലത്തിൽ അവർ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട്, നമ്മൾ അവർക്ക് കൈ കൊടുത്തിരുന്നു എങ്കിൽ, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരുന്നു എങ്കിൽ, ഒരു കപ്പിൽ നിന്ന് ചായ കുടിച്ചിരുന്നു എങ്കിൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വൈകാരികമായ മനുഷ്യബന്ധത്തിന്റെ ഒരു ലോകമാണ്. രാഷ്ട്രം വിഭജിച്ചായിട്ട് കൊടുത്താലും ഞങ്ങൾ പോകുന്നില്ല എന്ന് ജനത പറയുന്ന. ഉറൂബിന്റെ വെളുത്ത കുട്ടിയിൽ അത്ര ഒരു സന്ദർഭമുണ്ട്. ചെകുത്താൻ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് ആ അമ്മ പോവാൻ പറയുമ്പോൾ, ഇനി എനിക്ക് പോകണ്ട,
അമ്മയുടെ മകനായിട്ട് ഈ ഏട്ടന്റെ അനിയനായിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതതിൻ്റെ ഒരു വൈകാരികതയാണ്. ആ വൈകാരികത രൂപപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്തലം ദേശീയതയ്ക്ക് ഉണ്ടാവണം. എല്ലാവരുടെയും ഒരുമയെക്കുറിച്ചുള്ള ഒന്ന്, എല്ലാ വൈവിധ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മർദ്ദകമല്ലാത്ത ഒരു ഏകീകരണം, ഒരൈക്യം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിന് സഹായകമായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്ന നിരവധിയായ സാംസ്കാരിക സമരങ്ങൾ. അതിൽ ഭക്തി പ്രസ്ഥാനപ്പെടും, നവോത്ഥാന പ്രസ്ഥാനപ്പെടും, ഇതെല്ലാം ഉണ്ട്. വ്യക്തികൾ നടത്തിയ പലതരം അന്വേഷണങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ സമരത്തിൽ ഏറ്റവും പ്രധാനം ജാതി മേൽക്കോയ്മക്കെതിരെ, അതായത് ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരെ നടന്ന സമരം. 2 ബ്രിട്ടീഷ് വിരുദ്ധ സമരം, കൊളോണിയലിസത്തിനെതിരെ നടന്ന സമരം. ഈ 2 സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന, എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പിളർപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യാത്മകമായി സമന്വയിക്കപ്പെടുകയുണ്ടായില്ല എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും തീവ്രമായ ദേശീയതയായി പരിഗണിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സവർണ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാമാണ് അതിന് ഊർജം പകരാൻ ഉപയോഗിക്കപ്പെട്ടുള്ളതെന്ന് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരം, അതോടൊപ്പം തന്നെ ഭക്തി പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും അടക്കമുള്ള സാംസ്കാരിക സമരം, കലാ സാഹിത്യം, അതിൻ്റെയൊക്കെ നേതൃത്വം നടന്ന നാനാതരത്തിലുള്ള ഇടപെടൽ, ഇതെല്ലാം കൂടിച്ചേർന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ ഒരു ഇന്ത്യൻ യൂണിയൻ രൂപപ്പെടുമ്പോഴും ഈ രാജ്യത്തിന്റെ അകത്ത് 2 രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമാന്തരമായിട്ട്. ഒന്ന് ഒരു ബഹിഷ്കൃത രാഷ്ട്രം, മറ്റൊന്ന് ഒരു പുരസ്കൃത രാഷ്ട്രം. ഈ ബഹിഷ്കൃത രാഷ്ട്രത്തിൽ, അതും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് ഈ പുരസ്കൃത രാഷ്ട്രം. അത് വളരെ മുമ്പ് തന്നെ, 1947-ലല്ല, അതിനൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ രാഷ്ട്രം പൂർണ്ണമായും അതിന്റെ രൂപീകരണ പ്രക്രിയയുടെ ഉയർന്ന ഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും മ്ലേച്ഛസ്ഥാൻ എന്നും ആര്യസ്ഥാൻ എന്നും സാംസ്കാരികമായി വിഭജിക്കപ്പെട്ടിരുന്നു. ആ മ്ലേച്ഛസ്ഥാനിലെ മനുഷ്യർ ആധുനിക ജനായത്ത പ്രക്രിയയിലേക്ക് കടന്നു വന്നിട്ടും ഔപചാരികമായി പ്രജകളുടെ അവസ്ഥ വിട്ട് പൗരനായി തീർന്നിട്ടും അവരുടെ ജീവിതത്തിൽ ദൃശ്യവും അദൃശ്യവുമായ നിരവധി വിവേചനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 4 തരത്തിലുള്ള ദേശീയ പരികൽപ്പനകൾ സംക്ഷിപ്തമായി നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധ സമരഘട്ടത്തിൽ മഹാത്മാഗാന്ധിയൊക്കെ വികസിപ്പിക്കാൻ ശ്രമിച്ച വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലൊക്കെ പെട്ട മനുഷ്യരെ ഐക്യപ്പെടുത്താൻ സഹായിക്കുന്ന കമ്മ്യൂണൽ നാഷണാലിസം എന്ന് പറയുന്ന സാമുദായിക ദേശീയത. ആ ദേശീയതയുടെ മെറ്റഫർ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർവമത പ്രാർത്ഥന. അതൊരു മെറ്റഫറാണ്. എന്നാൽ 2022 ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ഫോറസ്റ്റ് പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ അടച്ചുപൂട്ടിയത് സർവമത പ്രാർത്ഥനയുടെ പേരിലായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. സർവമത പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ബഹുസ്വരതയുടെ ഒരു ഉപരിപ്ലവ രൂപമാണ്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അതതിന്റെ ഒരു ഉപരിപ്ലവ രൂപമാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വികസിച്ചു വന്ന സർവമത പ്രാർത്ഥന, സാമ്രാജ്യത്വ വിരുദ്ധമായി ജനങ്ങളെ ഐക്യപ്പെടുത്താൻ കമ്മ്യൂണൽ നാഷണാലിസം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി വളർത്തിയെടുത്ത ആ സർവമത പ്രാർത്ഥനയെ പോലും സമ്മതിക്കാത്ത തരത്തിലേക്കുള്ള മർദ്ദകമായ ഒരു സങ്കുചിതത്വം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ കഴിയില്ല. 2, സാമുദായിക ദേശീയത വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ ആചാരം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഭക്ഷണ രീതി, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഭക്ഷണ രീതി, ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, എങ്കിലും നമ്മൾ ഒന്നാണ്. ഇതാണ് സാമുദായിക ദേശീയത വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അത് അപരവിദ്വേഷത്തിന്റെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടി.പി. കോയി ഇവിടെ പറയുകയുണ്ടായി. ഇനി 2ാമത് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന മറ്റൊരു ദേശീയ ഭാവന എന്ന് പറയുന്നത്, ആ ഭാവന വികസിപ്പിക്കുന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സെക്കുലാർ നാഷണലിസം എന്ന് പറയുന്ന മതനിരപേക്ഷ ദേശീയതയാണ്.
ആ ദേശീയത വിവിധ മതത്തിൽപ്പെട്ടവർ എന്നോ ആ മതത്തിൽപ്പെട്ടവരുടെ ഈ മതത്തിൽപ്പെട്ടവരുടെ ആ ആചാരം ഈ ആചാരം എന്ന മട്ടിലോ അല്ല. ഈ രാഷ്ട്രത്തിലെ പൗരർ, അത്രയും പറഞ്ഞാൽ പോരാ, ഇവിടെ ജനിക്കുന്നതോടെ നമ്മൾ പൗരരായി തീരുന്നു. പൗരത്വം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. ആ രാഷ്ട്രീയ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ഭരണഘടനയുടെ ഗംഭീരമായ ആമുഖവാക്യത്തിലേക്ക് അടുത്തു നിന്ന സെക്കുലർ നാഷണലിസം. മൂന്നാമത്തെ ദേശീയ ഭാവന എന്ന് പറയുന്നത് ജനാധിപത്യവാദികൾ, ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ ഒക്കെ വികസിപ്പിച്ച, അന്തോണിയോ ഗ്രാംഷിയൊക്കെ പറയുന്ന ജനകീയ ദേശീയത. ആ ജനകീയ ദേശീയത നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളാണ് എന്ന കേവലമായിട്ടുള്ള ഒരു പൗരാവകാശ പ്രഖ്യാപനത്തിന് പകരം നമ്മൾ ഇവിടുത്തെ ജനങ്ങളാവണമെങ്കിൽ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനൊപ്പം സാംസ്കാരിക സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടിയെടുക്കേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളുന്ന വളരെ വിപുലമായ സൂക്ഷ്മമായ നാഷണൽ പോപ്പുലർ എന്ന് വിളിക്കുന്ന ഒരു ജനകീയ ദേശീയത. ആ ജനകീയ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, ഒന്നിനെയും ഒഴിച്ചു നിർത്താത്ത ഒന്നാണ്. എന്നാൽ ഈ മൂന്ന് ദേശീയതയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുമ്പും ഇന്നും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകളുടെ ഔദ്യോഗിക ദേശീയ സങ്കല്പമായി മാറിക്കഴിഞ്ഞിട്ടുള്ളത് ഹെജിമോണിക് നാഷണാലിസം എന്ന് പറയുന്ന മേൽക്കോയ്മ ദേശീയതയാണ്. ആ മേൽക്കോയ്മ ദേശീയതയാണ് ബഹുസ്വരതയുടെ രൂപീകരണ പ്രക്രിയ തന്നെ പൊളിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പാർപ്പിടത്തിൽ, ബന്ധങ്ങളിൽ ഒക്കെ ബഹുസ്വരത തകർക്കുക എന്നുള്ളതിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ബഹുസ്വരത രൂപപ്പെടുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയക്ക് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല, രാഷ്ട്രീയമായി നവഫാസിസത്തിന്റെ മേൽക്കോയ്മ തകർക്കപ്പെട്ടാലും ഈ അപകടം തുടരുമെന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ഒരു ചെറിയ വാചകം കൂടി ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മോഡറേറ്റർ ഭാഷയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഭാഷയെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഭാഷാ ക്രമപ്പെടുത്തലിൽ ഒരു ചാതുർവർണ്ണ വാർപ്പ് മാതൃക സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അത് പല സാംസ്കാരിക വിമർശകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിൽ NV കൃഷ്ണവാര്യരുടെ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അത് സാമാന്യബോധത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. സാമാന്യബോധത്തിന്റെ ശക്തി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. അത് എപ്രകാരം നവഫാസിസവുമായി ബന്ധപ്പെട്ടു എന്ന് അതിൽ നിന്നും വ്യക്തമാകും. അദ്ദേഹം ഓരോ ഭാഷയുടെയും എത്ര പ്രായമായി എന്ന് പറയുമ്പോൾ തമിഴ് പറയുന്നുണ്ട് ഏറെക്കുറെ ഒരു 3000 കൊല്ലമായി കാണും, മലയാളം പറയുന്നുണ്ട് 1000 കൊല്ലമായി. അപ്പോൾ സംസ്കൃതം പറയുന്നുണ്ട് എനിക്ക് പ്രായം പറയാൻ പറ്റില്ല, ഞാൻ എന്നും ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അനാദിയാണ് എന്ന് അദ്ദേഹം ഭാഷയെക്കുറിച്ചുള്ള അടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ജനായത്ത മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന നമ്മുടെയൊക്കെ അഭിമാനമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാമാന്യ ബോധം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇടപെടലുകൾ നമ്മൾ അറിയാതെ തന്നെ കയറിക്കൂടിയിട്ടുള്ള ഒന്നാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതിനെതിരെയുള്ള, അതായത് ബഹുസ്വരതാ നിഷേധിയായ ആശയങ്ങളുടെ ഇന്ത്യൻ സ്രോതസ്സായ ജാതി മേൽക്കോയ്മയെ ജനകീയവും സ്വാഭാവികവുമായി ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ കോമൺ സെൻസിനെതിരെ അടിയിൽ നിന്ന് ഒരു സമരം ഉയർന്നു വരാതെ മുകളിൽ വെച്ച് നടത്തുന്ന ചില ക്രമീകരണങ്ങൾ കൊണ്ട് ഏകസ്വരത ബഹുസ്വരത ഡൈക്കോട്ടമി പരിഹരിക്കാനാവില്ല. ഇനി നമുക്ക് ചോദ്യോത്തരവേളയിലും സമയത്തിന് ലഭ്യത അനുസരിച്ച് കൊണ്ടും പ്രതികരിക്കും. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഉണ്ണിച്ചക്കനോട് അഭ്യർത്ഥിക്കും. ഇന്ത്യയെ ചേർത്ത് വച്ചിരിക്കുന്ന പശ എന്താണ്
എന്ന് സൽമാൻ റുഷ്ദി റോബി ചക്രവർത്തിയോട് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്ത്യയുടെ നാനത്വമാണ് അതിൻ്റെ ശക്തി എന്നായിരുന്നു റോബി ചക്രവർത്തിയുടെ മറുപടി. ഏകസ്വരതയുടെ രാഷ്ട്രീയം നേരത്തെ KN പറഞ്ഞതുപോലെ ബഹുസ്വരതയെയും വൈവിധ്യങ്ങളെയും തട്ടിമാറ്റി ഏകത്വത്തിന്റെ പട്ടാഭിഷേകത്തിലേക്ക് രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഉറൂബിന്റെ താമരത്തൊപ്പി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. പുതിയ രാജ്ഞി താമര എല്ലാ പൗരന്മാർക്കും ഒരേ രൂപത്തിലുള്ള തൊപ്പി ധരിക്കണമെന്ന് കൽപ്പന കൊടുത്തു. ഇന്ത്യക്ക് അന്യമായ ഇന്ത്യക്കാരുടെ തലയ്ക്ക് പാകമാകാത്ത ഏകത്വത്തിന്റെ തൊപ്പി നമ്മെ ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ പോലെ ഒരു സങ്കല്പം മാത്രമാണ് എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് കുറെ കൂടി കടന്ന് ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ സ്ട്രാച്ചി പറഞ്ഞത് ഇന്ത്യ എന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി നാം വിളിക്കുന്ന പേര് മാത്രമാണ്. അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യ എന്നൊരു നാടുണ്ടായിട്ടില്ല എന്നായിരുന്നു ജോൺ സ്ട്രാച്ചിയുടെ പ്രഖ്യാപനം. പക്ഷേ 1920 മുതൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ആസേത് ഹിമാചലം എന്ന് പറയുന്ന രൂപത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സമരരംഗത്ത് വന്നു. അപ്പോഴാണ് NV കൃഷ്ണവാര്യർ ഒറ്റ മനുഷ്യനെ പോൽ മുഷ്ടി ചുരുട്ടി എണീറ്റൻ രാജ്യം എന്ന് പറഞ്ഞത്. അതുപോലെ ഏറ്റവും ശക്തമായ ഒരു ജനത തങ്ങളുടെ അടിമച്ചങ്കല വലിച്ചെറിയാൻ വേണ്ടി പോരാടി കഴിഞ്ഞതിൻ്റെ കൂടി ഫലമായിരുന്നു ഇന്ത്യ എന്ന ദേശീയതയും ഇന്ത്യ എന്ന അഭിനവ രാഷ്ട്രവും. ആ ബഹുസ്വര ഇന്ത്യയുടെ ഇല തല്ലിക്കൊഴിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ദിനംപ്രതി എന്നോണം വാർന്നു വീഴുന്ന പുതിയ നിയമങ്ങൾ, പിന്നെ ആയിരക്കണക്കിന് വർഷമായി നേരത്തെ KM പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന ബ്രാഹ്മണിക്കൽ ഐഡിയോളജി, ജാതി വ്യവസ്ഥ, ഫിനാൻസ് മൂലധനത്തിൻ്റെ ഇതിനെല്ലാത്തിനെയും തുളച്ചു കയറിക്കൊണ്ട് അതിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ജാതിയെയും മതത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഭാഷയെയും ഭരണത്തെയും എന്തിനെയൊക്കെ ഉപയോഗിക്കാമോ അതിനെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വസ്തുത. നെഹ്റു ഇന്ത്യയെ ഉപമിച്ചത് ഒരു താളിയോലയാണ്. മുൻപെഴുതിയത് ഒന്നും മാറ്റാതെ പുതിയത് എഴുതി ചേർക്കാൻ കഴിയുന്ന താളിയോല എന്നാണ്. TP കുഞ്ഞിക്കണ്ണമാഷ് സംസാരിച്ചപ്പോൾ സുനിൽ ഗിൽനാനിയുടെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. സുനിൽ ഗിൽനാനി ആ പുസ്തകത്തിൽ ഒരു ഉദാഹരണം എടുത്തു പറയുന്നുണ്ട്. AK രാമാനുജന്റെ പുസ്തകം അദ്ദേഹം എഴുതിയ ഒരു കാര്യത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു ഐറിഷ് പഴമൊഴി സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ട്രൗസേഴ്സ് എന്നത് ബഹുവചനമാണോ ഏകവചനമാണോ? AK രാമാനുജൻ പറഞ്ഞു താഴെ ബഹുവചനമാണ്, മുകളിൽ ഏകവചനമാണ്. പക്ഷെ ഗില്ലാനി പറഞ്ഞത് അങ്ങനെയല്ല, താഴെയും മുകളിലും ബഹുവചനമാണ്, അത് തീർത്തു വെച്ച ഒരു ധോത്തി പോലെയാണ് എന്നാണ്. ഏതാണ്ട് 12ഓളം, കുറഞ്ഞത് 12ഓളം സംസ്കാരമെങ്കിലും ഉൾച്ചേർന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് നമുക്കറിയാം. എത്രയോ ആളുകൾ ഇങ്ങോട്ട് വന്നു, പാർത്തിയൻസ്മാർ വന്നു, ഇൻഡോആര്യൻസ് വന്നു, യൂറോപ്യന്മാർ വന്നു, തുർക്കികൾ വന്നു, മുഗളന്മാർ വന്നു, എത്രയോ ആളുകൾ വന്നു. കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന എല്ലാം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനെയൊന്നും അംഗീകരിക്കാതെ എല്ലാം ഒന്നിലേക്ക് ചുരുക്കണം. ഇപ്പം നെഹ്റു 52 ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂൽപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എതിരാളി ഒരു വർഗീയവാദിയായ ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം ഗോവധ നിരോധനവും അതുപോലെ തന്നെ ഹിന്ദു കോഡ് ബില്ലും എതിരായി സവർക്കറുടെ നിർദ്ദേശപ്രകാരം മത്സരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബഹുസ്വരതയിലും ഊന്നിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു നെഹ്റു സംസാരിച്ചു കൊണ്ടിരുന്നതും വാദിച്ചു കൊണ്ടിരുന്നത്.
ഈ വൈരുദ്ധ്യങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്ത് മുതൽ അതിനുശേഷമുള്ള ഒരു കാലത്തും നമുക്ക് കാണാം. സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖമായ ജനസംഘം 1951 രൂപം കൊള്ളുമ്പോൾ ഏക സംസ്കാരം, ഏക ദേശീയത, ഏക ജനത എന്ന മുദ്രാവാക്യം 1951 തന്നെ മുന്നോട്ട് വെച്ചു. ഇത് പഴയ കഥയല്ല, കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2021 ഓഗസ്റ്റ് 15-ാം തീയതി വൺ നേഷൻ, വൺ ഇമോഷൻ, വൺ ഐഡന്റിറ്റി എന്ന് ഒരു മുദ്രാവാക്യം കൂടി മുന്നോട്ട് വെച്ചു. ഇന്ത്യക്കാർക്കെല്ലാം ഒരേ വികാരവും ഒരേ വിശ്വാസമുള്ള ഒരു ജനതയായി മാറ്റണം. 2021 ഓഗസ്റ്റ് 15. 2023 എത്തിക്കഴിഞ്ഞപ്പോൾ മോഹൻ ഭഗത് വേറൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ ശക്തി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് പകരം ഒരു പുതിയ പദം സംഭാവന ചെയ്തിട്ടുണ്ട് മോഹൻ ഭഗത്. അദ്ദേഹം പറഞ്ഞത് യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി, ഏകതാനതയുടെ ഏകത്വമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. മറ്റു വൈരുദ്ധ്യങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഈ യവന പുരാണത്തിലെ പ്രൊക്രൂസ്റ്റസിന്റെ കട്ടിലിൽ പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ, ആ രാഷ്ട്രഭാവനയെ, അതിനെ ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിത്രവധം ചെയ്തുകൊണ്ട് എല്ലാം ഏകത്വത്തിലേക്ക് അടുക്കുകയാണ്. ഈ ഏകത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാങ്കല്പിക രാജ്യത്തെ കുറിച്ച് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജെറോമിന്റെ ഒരു നോവലുണ്ട്, ന്യൂ ഉട്ടോപ്പിയ. ആ ന്യൂ ഉട്ടോപ്പിയ, ഈ സാങ്കല്പിക ലോകത്ത് മനുഷ്യർക്ക് പേരില്ല, എല്ലാം ജയിലിൽ കിടക്കുമ്പോഴുള്ള നമ്പർ പോലെയാണ്. ഏതാണ്ട് അത്തരത്തിലുള്ള ഒന്നിലേക്ക് രാജ്യത്തെ ആട്ടിത്തെളിയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ നേരത്തെ KM പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി കപ്പൽ കയറി പോകുമ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തും കൊണ്ടാണ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാത്തൊരു രാജ്യത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാണ്. തിരിച്ചു വന്നതിന് ശേഷം ഹരിജൻ പത്രത്തിൽ ഗാന്ധിജി എഴുതി, ചാണകക്കൂനയിൽ നിന്ന് ഏതൻ തോട്ടത്തിലേക്ക് എന്ന് പറയുന്നൊരു മഹാസ്വപ്നം നമുക്ക് സംഭാവന ചെയ്തു. പക്ഷെ ആ മഹാസ്വപ്നം ഒന്നും നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് വയലോപ്പള്ളി തൃശ്ശൂരിലെ തിരുവാതിരകൾ എന്ന് പറയുന്ന കവിതയിൽ ആ മട്ടു വില നൽകി നാം പണിത് ആശിച്ചൊരാ ക്ഷേമരാഷ്ട്രത്തിൻ പൂക്കളെത്രയും പുഴുക്കേടായി പോയി എന്ന് വയലോപ്പള്ളി എഴുതിയത്. കാരണം ആ സ്വപ്നങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനത 1921 അസമത്വത്തിന് തുല്യമായ ഒരു അസമത്വത്തിലാണ് 2025 നമ്മുടെ നാട് നിൽക്കുന്ന. ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ അതിനെ തകർത്ത് എറിഞ്ഞ് ഏകത്വത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്ന വർത്തമാന യാഥാർത്ഥ്യം, ഒരു ഫാസിസ്റ്റ് ടേക്ക് ഓവർ, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോ നമ്മുടെ ഭരണകർത്താക്കൾ അഭിമാനിക്കുന്ന പലതും നമുക്ക് നേടിത്തന്നത് ആരാണ്? അക്ബറാണ് രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക്, അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യിപ്പിക്കുന്നത്. 1650 ഷാജഹാന്റെ മുത്തപുത്രൻ ദാരുഷുക്കോവാണ് 1950ഓളം ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്ന ഫ്രഞ്ച് സഞ്ചാരി ഫ്രാങ്കോയിസ് ബെർണിയർ, അദ്ദേഹം ഈ തർജ്ജമകളെല്ലാം തന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. ഒരു 50 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു ലത്തീൻ പാതിരി അദ്ദേഹം ഇത് ലാറ്റിനിലേക്കും ഫ്രഞ്ച് ഭാഷയിലേക്കും തർജ്ജമ ചെയ്യുന്നത്. ഇന്ത്യക്ക് ഇങ്ങനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നുവെന്ന് യൂറോപ്യന്മാർ, പിന്നെ ഒറിയലിസ്റ്റുകൾ ഒക്കെ തന്നെ മനസ്സിലാക്കുന്നു. ഷോപ്പൻഹെവറെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയുടെ മഹത്വം പാടുന്ന ആളുകളായി മാറുന്നതൊക്കെ ഇങ്ങനെയാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. നമ്മുടെ പ്രധാനമന്ത്രി ഇത്തവണയും ഓഗസ്റ്റ് 15 തലപ്പാവ് വെച്ചാ പോയത്. ഇൻഡോ പാർത്തിയൻസ് ധരിക്കുന്നതാണ്. നമ്മുടെ ആളുകൾ പലരും ധരിക്കുന്ന കുർത്ത, അതേപോലെ തന്നെ ചുരിദാർ, ഇതൊക്കെ വിദേശത്താണ്. നമ്മൾ കഴിക്കുന്ന ചായ, കാപ്പി, ഈ പറയുന്ന അപരത്വം നിർമ്മിക്കുന്നതാണെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല. കാരണം ബാബാ ബുധൻഗരി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ 7 കാപ്പിക്കുരു യമനിന്ന് ഇങ്ങോട്ട് താടിയിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ കാപ്പി ഇവിടെ കൊണ്ടുവന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ചാരപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ചൈനയിൽ നിന്ന് ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി റോബർട്ട് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് പാതിരിയാണ് ചായ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നത്.
നമ്മൾ എവിടെ പോയാലും കിട്ടുന്ന സമോസ 13-14 നൂറ്റാണ്ടിൽ മധ്യേഷ്യൻ കച്ചവടക്കാർ കൊണ്ടുവന്നത്, ബിരിയാണി ഇങ്ങോട്ട് വന്ന് പേർഷ്യക്കാരുടെ ഭക്ഷണം തുർക്കികൾ വഴി ഇങ്ങോട്ട് വന്നതാ. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളെയും മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ അറേബ്യയിൽ ഖുറാൻ വായിക്കുന്ന രാഗമാണ് നമ്മുടെ കർണാടിക് സംഗീതത്തിൽ സിന്ധു ഭൈരവിയായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ സിന്ധു ഭൈരവി രാഗത്തിലാണ് ഭജഭജ മാനസം, ഹരിമുരളീരവം, വെങ്കിട ജലനിലയം പോലുള്ള ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഖുറാൻ വായിക്കുന്ന രാഗമാണ്. മുസ്ലിമിനെ ഞങ്ങൾ അപരത്വത്തിലേക്ക് നയിക്കുകയാണ്, ഇതൊന്നും പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഈ ബഹുസ്വരത ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നാനത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഫെഡറലിസം ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുക എന്നതാണ്. ഇന്ത്യയുടെ നിലനിൽപ്പ് അങ്ങേയറ്റം അപകടകരമായൊരു ദശാസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയിൽ ഈ 29th ഡേ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അവസാനത്തിന്റെ തലേ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഈ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായി ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഇന്ത്യ എന്ന് പറയുന്ന പുതിയ രാഷ്ട്രഭാവനയും അതുപോലെ തന്നെ ആ ദേശീയ ഭാവനയൊക്കെ തന്നെ കുഴിച്ചു മൂടി എല്ലാം ഏകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ ഈ രാജ്യം തന്നെയാണ് തകരാൻ പോകുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ഇത് നമുക്ക് ഒരു തമാശയല്ല. ബാബറി മസ്ജിദ് തകർത്ത് 92 ഡിസംബർ 6 കഴിഞ്ഞപ്പോൾ 93 മാർച്ച് 2 വാഷിംഗ്ടൺ പോസ്റ്റിന്റെ എഡിറ്റോറിയൽ വന്നു, ഇന്ത്യ കഷ്ണങ്ങളാകാൻ പോവുകയാണ്. ന്യൂയോർക്ക് ടൈംസിൽ സ്റ്റീവ് കോളും 2 ആളുകൾ കൂടി എഴുതി ഇന്ത്യ മിനിമം 60 കഷ്ണങ്ങളാവും എന്നാണ്. ജർമ്മൻ രാഷ്ട്രമീമാംസകൻ എഴുതിയത് ഇന്ത്യയുടെ തകർച്ച വരാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പണ്ട് വിൻസൻ ചർച്ചിലും വൈക്കോൽ മനുഷ്യരുടെ കൈകളിലേക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ വൈക്കോൽ മനുഷ്യരുടെ കൈകളിലേക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയ്ക്ക് വരുമ്പോൾ ഇതിനു വേണ്ടി അച്ചാരം വാങ്ങുന്ന ആളുകൾ അഖണ്ഡതയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് വിത്ത് വിതയ്ക്കുന്ന രൂപത്തിലാണ് ഈ ഏകസ്വരതയുടെ രാഷ്ട്രീയം അതിന്റെ സാംസ്കാരിക പരിസരമൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ നിലനിൽക്കാൻ, നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ ഉണ്ട്. വലിയ തോതിൽ ആരും വേണ്ട. ഇപ്പോൾ 100 വർഷത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് സംഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളെന്ത് ചിന്തിക്കണം, നിങ്ങളെന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങളെന്ത് ദൈവത്തെ ആരാധിക്കണം എന്ന് തീരുമാനിക്കുന്ന രൂപത്തിൽ വരെ പതുക്കെ കുരുക്ക് നീണ്ടു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഏകസ്വരതയ്ക്കെതിരായി ഏകത്വത്തിലേക്ക് രാജ്യത്തെ വെട്ടിച്ചുരുക്കാൻ പരിശ്രമിക്കുന്നതിനെതിരായി നാം ശബ്ദമുയർത്തുമ്പോൾ നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തിലെ ദേശീയ നേതാക്കന്മാർ, അതിനു മുൻപ് നടന്ന നവോത്ഥാന നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ കരുപ്പിടിപ്പിക്കാൻ പരിശ്രമിച്ചിരുന്ന ഒരു രാഷ്ട്രഭാവനയുണ്ട്, ഒരു ദേശീയ ഭാവനയുണ്ട്. അതിന് നേരെ വിപരീതമായ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോൾ അതിനെ എതിർക്കേണ്ട ബാധ്യത ദേശാഭിമാന ബോധമുള്ള എല്ലാ മനുഷ്യരുടേതുമാണ്. അത്തരത്തിലുള്ള ഒരു ഐക്യനിര ഇന്ത്യ രാജ്യത്ത് വളർത്തിയെടുക്കേണ്ട അടിയന്തരത്വം നമുക്കുണ്ട്. ചില ആളുകളുണ്ട് പുരികം കത്തുമ്പോൾ പുക എവിടെ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇതൊന്നും ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കഴുത്തിൽ അങ്ങനെ കുരുക്കൊന്നും മുറുകിയിട്ടില്ലല്ലോ, അകലെയാണല്ലോ. പക്ഷേ അത് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു കുരുക്കാണ്. ആവശ്യമുള്ള സമയത്ത് അതിനെ മുറുക്കാൻ കഴിയും എന്ന തിരിച്ചറിവ്, അതിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ ഭരണഘടനയായാലും ആ ഭരണഘടനയൊക്കെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ആ ആദർശങ്ങളുടെ അതിന്റെ ഫലമായി തന്നെയാണ് നമ്മുടെ ഭരണഘടന പോലും വന്നത്. എനിക്കും നിങ്ങൾക്കും വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇന്ന് കഴിയുന്നത്, ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, ഇഷ്ടമുള്ള വഴിയിലൂടെ നടക്കാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ ഭരണഘടന നിലവിലുള്ളത് കൊണ്ടാണ്. അത് അങ്ങ് അകലെ ഒരു പുസ്തകമായിട്ട് അവിടെ ഇരിക്കുന്നത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ഭരണഘടനയുള്ളത് കൊണ്ടാണ്. ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഭരണഘടന എനിക്ക് അനുശാസിച്ചു തന്നിരിക്കുന്ന, അനുവദിച്ചു തന്നിരിക്കുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. ആ മൗലിക അവകാശങ്ങൾ വരെ പതുക്കെ കവർന്നെടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഇന്ത്യ എന്നൊരു ആശയം എന്ന് പറയുന്നത്, ചർച്ചിലൊക്കെ പറഞ്ഞതുപോലെ മുൻപത്തെ ഒരു ലോകം വേറെ ആയിരുന്നു, ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിന് നമ്മൾ തട്ടി മാറ്റിയിട്ടാണ് ആസേത് ഹിമാചലം ബഹുജനങ്ങൾ അണിനിരന്ന് ഈ അടിമച്ചങ്ങല നമ്മൾ വലിച്ചെറിഞ്ഞത്.
അപ്പൊ ഇന്ത്യയുടെ ഒരു ദേശീയത കാക്കേരി ഗൂഢാലോചന കേസിൽ തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ദ മെസ്സേജ് ടു കൺട്രിമെൻ എന്ന് പറയുന്ന അഷറഫുള്ള ഖാൻ ഒരു കത്ത് രഹസ്യമായി പുറത്ത് എത്തിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞു, ഇന്ത്യയിൽ ഇപ്പോൾ ഈ മതത്തെയും പല മതങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആ മതത്തോടുള്ള സ്നേഹമല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവണ്ടി അതിനൊന്ന് തടയുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ദേശീയ പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷികളായ നേതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കടമ നമ്മൾ നിർവഹിക്കണം. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭരണഘടന അട്ടിമറിക്കാതെ തന്നെ ഭരണരൂപം മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഭരണഘടനയെ അട്ടിമറിക്കാം. ഭരണരൂപം മാറ്റിക്കൊണ്ട് തന്നെ ഭരണഘടനയെ അട്ടിമറിച്ച് ബഹുസ്വരതയുടെ, വൈവിധ്യങ്ങളുടെ, നാനത്വത്തിന്റെ, വൈജാത്യത്തിന്റെ ഇന്ത്യ എന്ന നാട് അതിനെ ചുരുക്കി 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 തങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയാവുന്ന രൂപത്തിൽ, അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയില്ല, അത് ഇന്ത്യയുടെ തകർച്ചയിലേക്ക് നയിക്കും എന്ന അതിഗൗരവമുള്ള ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലേക്ക് എപ്പോ ഓടിയെത്തുന്നു, നമുക്ക് എപ്പോ ആ ചിന്ത നമ്മുടെ ഉറക്കം കെടുത്തുന്നുവോ അപ്പോഴാണ് നമ്മൾ ദേശാഭിമാന ബോധമുള്ള മനുഷ്യരായി മാറുക എന്നാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത്. ഇത് പതുക്കെ പതുക്കെ നടന്നെടുക്കുകയാണ്. ഭരണഘടനയൊന്നും അങ്ങനെ മാറ്റണ്ടായിരുന്നു. ജർമ്മനിയില് ഹിറ്റ്ലർ ഭരണഘടന മാറ്റിയില്ല. എനേബിളിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് എഴുതി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നാളെ മുതൽ ചാൻസലർ പറയുന്നതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്നാണ് പറഞ്ഞത്. പതുക്കെ പതുക്കെ ഈ നടന്നെടുക്കുന്ന ഈ കാലടി ശബ്ദമുണ്ടല്ലോ, ആ വലിയ കാലടി ശബ്ദം കേൾക്കാൻ നമുക്ക് കാതുകൾ കൂർപ്പിച്ചിരിക്കുകയും നമ്മുടെ മനസ്സ് ജാഗ്രതയോടുകൂടി പ്രതിപ്രവർത്തിക്കുകയും വേണം. നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന്റെ കാവലാൾ. എപ്പോ നമ്മുടെ ജാഗ്രത നമുക്ക് നഷ്ടപ്പെടുന്നോ നമ്മുടെ മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ദേശാഭിമാന ബോധമുള്ള മനുഷ്യരും കൈകോർത്ത് നിന്ന്, ഒന്നിച്ചു നിന്ന് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എതിർക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുത്വയുടെ പോലും, ഇന്ത്യയുടെ തത്വചിന്തയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയം ആത്മം ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മം എന്നീ പറയുന്ന 4 വാക്കുകളാണ് എന്ന് പറയാറുണ്ട്. ഇതാണ് ഇന്ത്യൻ തത്വചിന്തയുടെ അകക്കാമ്പ്. ഈ അകക്കാമ്പിനെ പിന്തുടരുന്നവരല്ല പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഭാഗമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് അരങ്ങു വാഴുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, ഒഴിവാക്കുക എന്ന പദമില്ലാത്ത ഒരു ഭാഷയുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്നും അതാണ്. പക്ഷെ ഇപ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും ഒക്കെ പേരിൽ ഭാഷ കണ്ട് വേഷം കണ്ട്, കന്യാസ്ത്രീയുടെ കാര്യം പറഞ്ഞില്ല, വേഷം കണ്ട് ഭാഷ കണ്ട് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോലീസ് ഇല്ലാതെ പട്ടാളമില്ലാതെ എവിടെ വേണമെങ്കിലും ചിത്രവധം ചെയ്യാൻ, തേജോവധം ചെയ്യാൻ, പരസ്യ വിചാരണ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ ഭരണഘടനയൊക്കെ അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്. ആ ഇരുട്ടിലേക്ക് നീങ്ങുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് നാം ആർജിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. അടുത്തതായി നമ്മളോട് മാധ്യമപ്രവർത്തകനായിട്ടുള്ള അരുൺ എഴുത്തച്ഛൻ അദ്ദേഹത്തെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് കേൾക്കുന്ന പ്രഭാഷകരോടൊപ്പമാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു അങ്കലപ്പം കൂടി ഉണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ഈ ഇതുവരെയുള്ള പ്രഭാഷകർ പറഞ്ഞ പോലെ അവർ വായിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയാൻ ഒന്നുള്ള ഒരു അറിവില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പപ്പണി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത്, ഞാൻ നടത്തിയ ചില യാത്രകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് ഈ വിഷയവുമായിട്ട് കൂടിച്ചേർന്ന് പോകും എന്ന് ഞാൻ കരുതുന്നു. ഈ സെഷനിൽ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓഗസ്റ്റ് 14-നും 15-നും നാഗാലാൻഡിൽ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സെഷന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന സങ്കല്പനം എന്ന് കേട്ടപ്പോൾ, ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തിൽ കഴിയുന്ന ഒരു നാടാണ് നാഗാലാൻഡ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു യാദൃച്ഛികതയെ ഒരു വലിയ ഭാഗ്യമെടുക്കുന്നത്. നാഗാലാൻഡിൽ പോകാനുള്ള തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അധ്യാപിക നാഗാലാൻഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓഗസ്റ്റ് 15-ന് അവർ ഇൻഡിപെൻഡൻസ് ഡേക്ക് അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് മിഠായി കൊടുത്തപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു,
ടീച്ചർ ദിസ് ഈസ് നോട്ട് അവർ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞു. ഇത് ഇന്ത്യൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഞങ്ങളുടെ അല്ല എന്നവർ പറഞ്ഞു. നമ്മൾ ഭരിക്കുന്ന ഭൂപടത്തിൽ നാഗാലാൻഡ് ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും നാഗാലാൻഡ് ഇന്ത്യയിലാണെന്നുള്ളത് ഒരു സങ്കല്പമാണ് അവിടെ എത്തുമ്പോൾ. അപ്പോൾ അതൊന്ന് നേരിട്ട് അനുഭവിക്കണം, കാണണം. ആ ദിവസം അവരെങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു, അവരുടെ ഒരു സമീപനം എന്താണ് എന്നൊക്കെ അറിയണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നാഗാലാൻഡിൽ പോകുന്നത്. അപ്പോൾ നാഗാലാൻഡിൻ്റേതൊരു രാഷ്ട്രീയ വിഷയമാണ്. അതിനേക്കാൾ രസം ഞങ്ങൾ നാഗാലാൻഡിലേക്ക് പോകുമ്പോൾ ഓഗസ്റ്റ് 14 രാവിലെ കൊഹിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ഒരു 4 ടീച്ചർമാർ ഒരു പതാക ഏന്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഓഗസ്റ്റ് 15 നടക്കുന്ന പോലത്തെ ഒരു സ്വാതന്ത്ര്യദിന റാലി നടത്തുകയാണ് ടീച്ചേഴ്സ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാഗാലാൻഡിൽ എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, അത് ആസാമാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ കുട്ടികളെ ദൂരെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ബുദ്ധിമുട്ട് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ നമുക്ക് ഒരു അവധി ദിവസത്തേക്ക് ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളോട് 14-ാം തീയതി നടത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയായിരിക്കും, അവിടെ മറ്റ് ചില സ്കൂളുകൾ അവർ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 79ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം എവിടെ എത്തി എന്നുള്ളതാണ്. നമ്മൾ ഒരു അവധി ദിവസത്തേക്ക് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പോലും ശേഷിയില്ലാത്ത തരത്തിലാണ് നമ്മുടെ വളർച്ച. അപ്പം അത് ഇന്നോ ഇന്നലെയുള്ള ആളുകളുടെ കുറ്റമായിട്ടല്ല പറയുന്നത്, നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു വളർച്ച കൂടി നമ്മൾ കാണണം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് സ്വാതന്ത്ര്യത്തിൽ പോലും ഒരു ഏകസ്വരതയില്ലാത്ത ആളുകളാണ് നമ്മൾ. നമുക്ക് 14-ാം തീയതിയും 15-ാം തീയതിയും ഒക്കെ ആയിട്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടി വരും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കൊഹിമയിലെത്തുന്നു. അപ്പോൾ കൊഹിമയിലെത്തുമ്പോൾ 14-ാം തീയതി എത്തുമ്പോഴാണ് അവിടെ കടകൾ പലതും നേരത്തെ അടച്ചിരിക്കുന്നു, ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇന്നാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടുകാരുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് പഴയ MNC ആണ്, നാഗാ നാഷണൽ കൗൺസിൽ എന്ന് പറയുന്ന നാഗാലാൻഡിൻ്റെ സ്വത്വം വീണ്ടെടുക്കണം, അതിന് വേറൊരു ഭരണഘടനയും വേറൊരു രാജ്യവും വേണമെന്ന് വാദിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു MNC. അതിപ്പോൾ പലതായി വിഘടിച്ചു, പല കാരണങ്ങൾ കൊണ്ട്. അതിനകത്ത് സാമ്പത്തിക വിഷയങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്. അതിങ്ങനെ വിഘടിച്ച് അവരെല്ലാവരും അവർ 10-28 ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ആ 10-28 ഗ്രൂപ്പുകൾ ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 14 തന്നെയാണ്. അവരുടെ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ എല്ലാവർക്കും എൻട്രി ഇല്ല. അവരുടെ ക്യാമ്പുകളിൽ അവർ നാഗയുടെ കൊടി ഉയർത്തുന്നു, നാഗാലാൻഡിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് 14 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഇന്ത്യൻ യൂണിയന്റെ പ്രഖ്യാപനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓഗസ്റ്റ് 14 ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പലരും ഓഗസ്റ്റ് 14 നാഗാലാൻഡിന്റെ സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ അവർ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണോ എന്ന്, പാകിസ്ഥാനുമായിട്ട് അവർക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കാറുണ്ട്. അവരുടെ ആവശ്യത്തിലേ ഉള്ളൂ, അവർക്ക് ഓഗസ്റ്റ് 14 ബ്രിട്ടീഷുകാർ വിട്ടു അവരുടെ ലാൻഡ്. അപ്പോൾ അവർ സ്വതന്ത്രരായി. ഇനി ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അന്ന് അവരുടെ ഫാദർ ഓഫ് ദ നേഷൻ ഫിസോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിസോ അഭ്യർത്ഥിച്ചായിട്ട് പറയുന്നത്, ബ്രിട്ടന് കൊടുത്ത കത്തിൽ പറയുന്നത്, ഒരു വൈദേശിക ശക്തിക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കരുത്, ഞങ്ങളെ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുന്നു. വൈദേശിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഞങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരേണ്ടതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തെയാണ് അവർ രാഷ്ട്രപിതാവായിട്ട് കാണുന്നത്. അപ്പം ആ ജനങ്ങളുടെ മനസ്സിൽ ഇതിലൊരു നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു വളരെ ഒരു വിഘടനവാദമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ഭരണഘടന. അപ്പോൾ ഈ ഫിസോയുടെ ഈ 14-ാം തീയതി ഈ ക്യാമ്പുകളിൽ ഇത് നടക്കുന്നു. 15-ാം തീയതി ഔദ്യോഗികമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ സ്വാതന്ത്ര്യദിനമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യദിന റാലിയും മറ്റുമൊക്കെ ഉണ്ട്, അവിടുത്തെ സിവിൽ സെക്രട്ടേറിയറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിസോയുടെ അവിടുത്തെ ഫാദർ ഓഫ് ദ നേഷൻ ഫിസോയുടെ ശവകുടീരം കിടക്കുന്നതിൻ്റെ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ആണ് ഈ രണ്ടും തമ്മിലുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പതാക പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. നമുക്ക് ഇതിനെ ഇന്ത്യ എന്ന് ഒരു കാവ്യനീതി എന്ന് വിളിക്കാം, പക്ഷെ അവരതിനെ ഒരു നീതി എന്ന് ഒരിക്കലും വിളിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ കൊടി ഉയർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ കടകളിൽ കൊടി ഉയർത്തുന്ന പോലെ ഒന്നും 15-ാം തീയതി ഒന്നും അവർ ആചരിക്കുന്നില്ല. സാമാന്യജനം, അവിടുത്തെ നാഗാലാൻഡ് സാമാന്യജനം. അതേസമയം സർക്കാർ ജീവനക്കാരോ ഒക്കെ ആചരിക്കുന്നുണ്ടാവും. അവർ ഈ പരേഡിൻ്റെ ഒക്കെ ഭാഗമാണ്. വലിയൊരു വ്യത്യാസം തോന്നിയത്, വലിയ കൗതുകം തോന്നിയത്, അവിടെ മുഖ്യമന്ത്രി കയറി വരുന്ന സമയത്ത്, ഈ ഔദ്യോഗിക സ്വാതന്ത്ര്യദിന പരേഡിൽ മുഖ്യമന്ത്രി കയറി വരുന്ന സമയത്ത് ജനഗണമനയുടെ ഒരു
ഒരു ബാൻഡ് വായിച്ചതല്ലാതെ ജനഗണമന പാടുകയോ ഒന്നും ചെയ്തില്ല. ജനഗണമന പാടിയിട്ട് അവർക്കെന്താ കാര്യം എന്നുള്ളത് വേറൊരു കാര്യം. കാരണം അതിനകത്ത് ജനഗണമനയിൽ എവിടെയാണ് അവരുള്ളത് എന്നുള്ളത് വേറൊരു പ്രശ്നം. എന്തായാലും അപ്പൊ നമുക്ക് അവിടെ ഈ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരികയോ ഒന്നും ചെയ്തില്ല. ഈ സംഭവം നമ്മൾ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ജനഗണമന പാടാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു വലിയ ചട്ടക്കൂടായിട്ട് നടത്തുന്ന ഒരു പരിപാടിയെ അവിടെ ഇത്ര ലിബറൽ ആയിട്ടാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ പോലും നമുക്കൊരു ഏകസ്വരത ഇല്ല എന്നതാണ് പറഞ്ഞു വന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മോണിലേക്ക് പോകുമ്പോൾ മോൺ എന്ന് പറയുന്നത് നാഗാലാൻഡിലെ ഈസ്റ്റേൺ നാഗാലാൻഡിലുള്ള ഒരു ജില്ലയാണ്. മോണിൽ പോകുമ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ, അവിടുത്തെ ആളുകളോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളെ അവർ ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻസിനോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിനോടുള്ള സ്നേഹത്തിന്റെ കാര്യം ഈ കേരളത്തിൽ നിന്നും മറ്റുള്ള ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ പോയിട്ടാണ് അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം മറ്റും നടത്തിയത്. അതിന്റെ ഒരു സ്നേഹം അവർക്ക് മൊത്തത്തിൽ മലയാളികളോടുണ്ട്. അപ്പൊ അവര് ഞങ്ങളോട് പറയുന്നത് സൗത്ത് ഇന്ത്യൻസിനെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഇന്ത്യൻസും നല്ലവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടുന്ന് പോകണമെന്ന് ഇങ്ങനെ ബാധിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞാൽ ഞങ്ങൾ പോവല്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾക്ക് ഇതൊരു രാജ്യമായിട്ട് അംഗീകരിക്കണം എന്നാണ്. പൊതുവെ ഇവിടെ എല്ലാവരും ചോദിക്കുകയാണ് നാഗാലാൻഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇന്ത്യയെ കൊണ്ട് അവർക്ക് എന്താ പ്രശ്നം, ഇന്ത്യ അവരോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് അവര് ഇവിടെ തന്നെ നിൽക്കണം, അവർ ഇന്ത്യയുടെ ഭാഗമായി കാണണം എന്നുള്ള നമ്മുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാമ്രാജ്യത്വ ചിന്ത തന്നെയാണത്. അവര് നമ്മളെ ഉപദ്രവിക്കാത്തിടത്തോളം അവരെല്ലാം നമ്മൾ പറയുന്ന ചട്ടക്കൂടിൽ നിന്നോളണം എന്നുള്ള ഒരു ചിന്ത, അതിന്റെ ആവശ്യമില്ല, അത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണത്. അപ്പോൾ ഈ മോൺ ജില്ലയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ പോകുമ്പോഴാണ് ലോങ്വ എന്ന് പറയുന്ന വില്ലേജ്. നാഗാലാൻഡിൽ പോയ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ. ലോങ്വയിൽ പോകുമ്പോൾ അവിടെ ബർമ അതിർത്തിയാണ്. ബർമ അതിർത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറെ കൗതുകം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പൊതുവിൽ കാണുന്ന രാജ്യാതിർത്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു പഞ്ചായത്തിന്റെ 2 വാർഡുകൾ തമ്മിൽ വിഭജിച്ച പോലെ, എന്ന് വെച്ചാൽ വിഭജനമില്ല. ഒരു റോഡിന്റെ അവർ പറയുന്നു ആ റോഡിന്റെ അപ്പുറം ഇന്ത്യയാണ് കേട്ടോ, ഇപ്പുറം ബർമയാണ് കേട്ടോ എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെയും രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി കുറെ ദൂരം പോയി, വണ്ടിയിൽ പോയി, ചായ കിട്ടാതെ കുറെ ദൂരം പോയി കഴിയുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ആസാം റൈഫിൾസ് തരത്തിട്ട് പറയുകയാണ്, എങ്ങോട്ട് പോകുന്നു ചോദിച്ചു. ഞങ്ങളൊരു ചായ കുടിക്കാൻ പോകാണെന്ന്. അപ്പോൾ ഒന്ന് എഴുതി വെച്ചിട്ട് പോകും, ഇവിടുന്ന് അങ്ങോട്ട് ബർമയാണ് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ അവിടെ. നമുക്ക് അങ്ങനെ കടന്നുപോയി ഞങ്ങൾ ബർമയിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വരും. അവിടെ യാതൊരു ബാരിയറും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് വാഗാതിർത്തി പോയ കാഴ്ചയാണ് ഓർക്കുന്നത്. വാഗാതിർത്തി കൂടുതൽ പേര് കണ്ടതായിരിക്കും. വാഗാതിർത്തിയിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് വൈരം വളർത്തുന്ന രീതിയിലുള്ള 2 കൂട്ടരും ആ വൈരം വളർത്തുന്ന രീതിയിലുള്ള ഈ പതാക താഴ്ത്തൽ സെറമണിയൊക്കെ ഇപ്പോഴും ഒരു അപരിഷ്കൃത നാട്ടിൽ നടക്കുന്ന പോലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പൊ ഈ കാലത്തൊന്നും നടക്കുന്നു. അപ്പൊ അവിടെ വളരെ അച്ചട്ടായിട്ട് വളരെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, കിടക്കണമെങ്കിൽ 100 രേഖകൾ കാണിക്കണം. ആ രീതിയിൽ അടച്ചു വെച്ചുകൊണ്ട് അതിർത്തികൾ സൂക്ഷിക്കുന്നിടത്ത് നമ്മളിവിടെ ഇന്ത്യയും ബർമയും തമ്മിൽ എവിടെയാണ് അതിർത്തി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ആരാണ് ബർമക്കാർ, ആരാണ് നാഗാലാൻഡുകാർ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നമ്മളെ അവർക്ക് തിരിച്ചറിയാം, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ റേസ് ഒക്കെ വേറെ ആയതുകൊണ്ട് നമ്മളെ തിരിച്ചറിയാം. പക്ഷേ നാഗാലാൻഡുകാരും ബർമക്കാരും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സൗരവിഹാരം നടത്തും. അവിടെ നമുക്ക് 16 കിലോമീറ്ററോളം നമുക്ക് അതിന്റെ ഉള്ളിൽ യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാലും തടയാൻ ആരുമില്ല, അങ്ങനെ ആരും നോക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ ഈ 2 രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ ഭൂപടം അല്ലെങ്കിൽ അതിർത്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അവിടെ ഇന്ത്യ ബർമ അതിർത്തി എന്നൊക്കെ പറയുന്ന കല്ലും ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ഫെൻസിങ് ഒന്നും ഇല്ലാതെ തന്നെ തുറന്നു കിടക്കുകയാണ്. അപ്പൊ അതൊരു വലിയ നല്ല കാഴ്ചയായിട്ട് തോന്നും. ഇതില് ഈ നമ്മൾ ചോദിക്കുമ്പോൾ 1972 നാഗാലാൻഡുകാർ ഇന്ത്യയെ എങ്ങനെ ഒരു വിദേശ ശക്തിയായിട്ട് ഇപ്പോഴും കാണുന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ നാഗാലാൻഡ് പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നാഗാലാൻഡുകാർ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ശത്രുവിന്റെ മോശം സമയത്ത് അവരെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ് അവർ പറയുന്നത്. കാരണം അതിന്റെ തൊട്ടു മുമ്പുണ്ടായ സൈനിക നടപടികളുടെയൊക്കെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് ഞങ്ങൾ പോയ ഗ്രാമത്തിൽ മോൺ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കയറി വന്ന അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് ബർമയിൽ നിന്ന് പണി കഴിഞ്ഞ് വരികയായിരുന്ന ഇന്ത്യക്കാർ, അവിടെ ഇന്ത്യക്കാർ അപ്പുറത്ത് പോയിട്ടും കടകളിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്, തിരിച്ചും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ കടയിൽ നിന്ന് ജോലി ചെയ്ത് വരികയായിരുന്ന 4 പേര് സൈനിക വെടിവെപ്പിൽ, ആസാം റൈഫിൾസിന്റെ വെടിവെപ്പിൽ മരിച്ചുപോയൊരു സംഭവമുണ്ട്. അതിനുശേഷം വലിയൊരു യുദ്ധം, ഗ്രാമീണരും സൈനികരും തമ്മിൽ വലിയൊരു യുദ്ധമൊക്കെ നടന്ന് 14 പേര് മരണപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ
അവിടെ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ആരോ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശത്രുവായിട്ട് കരുതുന്ന ആൾക്കാരാണ് അവര്. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടുകാർ തമ്മിൽ അതിന് പ്രശ്നമില്ല, പക്ഷെ അവർ ഇന്ത്യയുടെ ഉള്ളിലാണ് താൻ, ഇന്ത്യയുടെ ഭൂപടത്തിനകത്താണ് താൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ സങ്കീർണതകൾ, ഈ ഭൂപടം എന്നൊക്കെ പറയുന്ന സങ്കീർണതകൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഇവിടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഭാഷയെക്കുറിച്ച് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നമ്മുടെ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ടല്ലോ, ഈ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ്. അതിന്റെ ഒരു തമാശ കൂടി പറഞ്ഞുകൊണ്ട് ആ ഒരു യാത്രയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഞങ്ങള് കർണാടക മഹാരാഷ്ട്ര ബോർഡറിൽ പോകുമ്പോൾ അവിടെ ബെൽഗാം എന്ന് പറയുന്ന ജില്ലയില് അവിടുത്തെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്, ആ ബെൽഗാം ജില്ലയുടെ ഏറ്റവും അറ്റത്തെത്തുമ്പോഴുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവരെല്ലാം മറാത്ത സംസാരിക്കുന്നവരാണ്. അവര് പക്ഷെ കർണാടകയ്ക്ക് അകത്ത് വിട്ടു നിൽക്കുന്നു. അവിടെ ഏറെക്കുറെ എല്ലാ മാസവും എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നു കർണാടകക്കാരും മഹാരാഷ്ട്രക്കാരും തമ്മിൽ. അതിന്റെ സാധാരണ നിലയിൽ അവസാനിക്കുന്നത് ഒരു ബസ് കത്തിക്കലാണ്. ഒന്നുകിൽ മഹാരാഷ്ട്രയുടെ ബസ് കർണാടകക്കാർ കത്തിക്കും, അല്ലെങ്കിൽ തിരിച്ചൊരു ബസ് കത്തിക്കും. അവിടെ നിങ്ങൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ബസ്സാണെങ്കിൽ നിങ്ങൾ കന്നഡയിൽ ചോദിച്ചാൽ അവർ മറുപടി പറയില്ല. ഒരു സ്ഥലത്ത് എപ്പോൾ എത്തുമെന്നോ ഈ സ്ഥലത്തേക്ക് പോകുമോ എന്നൊന്നും ചോദിച്ചാൽ അവർ മറുപടി പറയില്ല. അവർക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായാലും അവർ മറുപടി പറയില്ല. തിരിച്ച് മറ്റേ കന്നഡ ബസ്സിൽ കയറി മറാത്തി സംസാരിച്ച് അവർ മറുപടി പറയില്ല. അപ്പൊ ഈ രീതിയിൽ അവിടെ ഇടയ്ക്ക് കലാപം ഉണ്ടാവുകയും ബസ് സർവീസുകൾ നിർത്തിവെക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആ സമയത്തും നമ്മൾ ചൊല്ലുന്നുണ്ട്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്നുള്ള പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ രീതിയിലാണ് ഇതിനകത്ത് ഇത്രയും സങ്കീർണതകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സങ്കീർണതകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ സങ്കീർണതകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ഉള്ളു. ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭാഷയിലുള്ള ഈ ബഹുസ്വരത അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള സമയത്ത് അത് വേണമെന്ന് പറയുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നേരത്തെ സൂചിപ്പിച്ചു, അല്ലാത്ത സമയത്ത് അവരെല്ലാവരും പറയുന്നത് നമ്മൾ ഒരു ചട്ടക്കൂടിൽ നിൽക്കണം, ഒരു വ്യവസ്ഥയിലേക്ക് വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ നാഗാലാൻഡിലെ ആളുകൾ കൊഞ്ഞിവെക്കുകൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് പ്രശ്നം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യക്കാര് ഭക്ഷണത്തിന് ചില നിയന്ത്രണങ്ങൾ പറയും, ചിലത് കഴിക്കാൻ പാടില്ല, ചിലത് കഴിക്കരുത് എന്നുള്ള ചില നിയന്ത്രണങ്ങൾ നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കത് പറ്റില്ല. ഞങ്ങൾക്ക് എല്ലാ പച്ചക്കറിയും കിട്ടുന്ന എല്ലാ സാധനങ്ങളും, ലഭ്യമായ എല്ലാ സാധനങ്ങളും കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ഇത് നിങ്ങൾ സമ്മതിക്കില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ നിയന്ത്രണം പറയും, ഇത്ര എണ്ണം കുട്ടികളെ പാടുള്ളൂ എന്ന് പറയും, അത് ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള വളരെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ വിചിത്രം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അത് അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. അത് ഇന്ത്യ അവരോട് എന്ത് ദ്രോഹം ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടല്ല അതിനെ നേരിടേണ്ടത്. അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ സ്വത്വത്തെ ആ രീതിയിൽ അംഗീകരിക്കാൻ നമുക്ക് കഴിയാണ് വേണ്ടതെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞ വിഷയം ഇതുമായിട്ട് യോജിച്ചു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ, 3 പ്രധാനപ്പെട്ട അവതരണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വർഷങ്ങളോളം നീണ്ടുനിന്ന രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ഈയിടെ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടാകുന്ന ചില അഖിലേന്ത്യാ യാത്രകളുടെ അടിസ്ഥാനത്തിലുമുള്ള അവതരണങ്ങളാണ് നമുക്ക്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, രാജ്യം ഒരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫെഡറൽ വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു ഫെഡറൽ മൂല്യബോധം എന്ന് പറയുന്നത്, ആദ്യം നമ്മളൊരു ഇന്ത്യ, ഒരു സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ നാട്ടുരാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും അടിച്ചു കയറ്റുക എന്നുള്ളതായിരുന്നില്ല അത് അന്ന് നടന്നിരുന്ന പ്രക്രിയ. ഓരോ പ്രദേശത്തിന്റെയും ഓരോ സംസ്ഥാനത്തിന്റെയും പലതരത്തിലുണ്ടാകുന്ന വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായിട്ടുള്ള ഇന്ത്യ ഉണ്ടാവുകയും ആ വൈവിധ്യത്തെ ആ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ശക്തിപ്പെടുത്താനും വിപുലപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അവസരങ്ങൾ, അമർത്യ സെൻ പറഞ്ഞതുപോലെ ഡെമോക്രസി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. അവർക്ക് അതിന് വേണ്ടി വരുന്ന ഒരു അവസരം കൊടുക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അതിനെ കൂടുതൽ മെച്ചപ്പെട്ട വ്യവസ്ഥയാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഉപാധിയും ഇതുവരെ ലോകം കണ്ടുപിടിച്ചു. അതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുക, സ്വാതന്ത്ര്യ ദിനത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുക. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇപ്പോൾ ഒരു രാജ്യവും നമ്മുടെ രാജ്യം നേരിടുന്നത് പോലുള്ള ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ അത്രയും ഒരു ദുർഗതിയിൽ ഉണ്ടാകുമെന്ന് തോന്നില്ല. കാരണം ഒരു ഭാഗത്ത് ആൾക്കാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ, അതിന്റെ പിന്മുറക്കാരായിട്ടുള്ള ആൾക്കാർ ആ ലഭിച്ചിട്ടുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിൽ അഭിമാനം കൊള്ളുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ,
സ്വാതന്ത്ര്യ സമരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന, അതിൽ ഒരു തരത്തിലുണ്ടാകുന്ന പിന്മുറയും അവകാശപ്പെടാനില്ലാത്ത ആൾക്കാർ വിഭജനത്തെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദുർഗതി ലോകത്തിൽ ഒരു രാജ്യത്തിനും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് മാത്രം നോക്കിയാൽ മതി. ആ ഒരു അപകട സ്ഥിതിയിൽ, ആ ഒരു അവസ്ഥ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ രാജ്യം ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. ആ ഒരു അവസ്ഥയെ കുറിച്ചാണ്, അവിടെയാണ് നമ്മൾ ഈ ബഹുസ്വരതയും ഏകസ്വരതയും തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ അതൊരു വലിയ മൂല്യബോധത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഈ ഫെഡറലിസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കേന്ദ്രം എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചെറിയ രീതിയിലേക്ക് പലപ്പോഴും ഈ ഫെഡറൽ ചർച്ച പോകാറുണ്ട്. അതല്ല, അതിനേക്കാൾ വലിയ ഒരു രാഷ്ട്രീയ മാനം ഈ ഫെഡറൽ വ്യവസ്ഥ, അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഫെഡറേറ്റഡായിട്ടുള്ള ഒരു ഇന്ത്യക്കകത്തേക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ മൂല്യബോധത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള, സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രദേശങ്ങളെ ഏറ്റുവാങ്ങുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിനാണ് ഇന്ന് വലിയ രൂപത്തിലുണ്ടാകുന്ന ഭീഷണി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് നിൽക്കുന്നത്. നമുക്കൊരു 10, 15, 20, 18 മിനിറ്റ് ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെ അവതരിപ്പിച്ചവരുമായിട്ട് സംവദിക്കാം. ആരോടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ആദ്യം പറയാനുള്ള ചോദ്യങ്ങൾ വളരെ വളരെ ചുരുക്കി പറയണം. ഒരാൾ ചോദിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി ഒരു 10-15 മിനിറ്റ് ഈ ചോദ്യത്തിന് വേണ്ടി അനുവദിക്കാം. വിഭജനത്തെ കുറിച്ചാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ അധിനിവേശം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെടെ വിഭജിച്ചു പോയിരുന്നു. അത് മൂന്നും കൂടി ചേർന്ന ഒരു കാലഘട്ടം ഏത് ചരിത്ര കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്? ഇവിടെ വിഭജനം എന്ന് പറയുമ്പോൾ അതുപോലെ വിഭജന ഭീതി ദിനം വരെ ആചരിക്കുന്ന പരിപാടി ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിഭജിക്കപ്പെടുകയാണോ ചെയ്തിരുന്നത്? അത് ഒറ്റ രാജ്യമായിരുന്നു അതിനു മുമ്പ്? അത് പല രാജ്യങ്ങളെ പിന്നീട് കൂട്ടിച്ചേർത്ത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കലാണോ നടന്നത്, വിഭജനമാണോ നടന്നത്? ഇതൊരു സംശയമാണ്. ഈ വിഭജനം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ആ ഭൂവിഭാഗം ഒറ്റ റൂളറുടെ കീഴിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പറയണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ഭാഷയും അതുപോലെ തന്നെ സംസ്കാരവും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ നമ്മളുടെ കേന്ദ്ര ഭരണകർത്താക്കൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതില് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഫ്രീസറിൽ വെക്കുക, അതായത് കേന്ദ്രത്തിന് ഇഷ്ടപ്പെടാത്ത ബില്ലുകൾ ഫ്രീസറിൽ വെക്കുക. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചടക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തന്നിഷ്ടം നടപ്പാക്കുക. ഇങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നില്ല, ആരും അത് സംസാരിക്കുന്നത് കേട്ടില്ല. അതുകൂടി ഉൾപ്പെടുത്താമായിരുന്നില്ല, എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ രണ്ട് ചോദ്യം. പറഞ്ഞു. ഹലോ. ഇന്ത്യയുടെ ചരിത്രം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം നമുക്കറിയാം. 500-ലേറെ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്ന രാജ്യം. നമ്മുടെ കൊച്ചു കേരളം എടുക്കുകയാണെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ ബ്രിട്ടീഷ് കീഴിൽ. ബ്രിട്ടീഷുകാര് ഈ രാജ്യത്ത് വരികയും അതിന് മുൻപ് പോർച്ചുഗീസുകാർ വന്നു, പല രാജ്യങ്ങൾ വന്നു. അവരൊക്കെ തന്നെ പിന്നീട് നടന്ന യുദ്ധങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം. ഡച്ച് യുദ്ധം, അങ്ങനെ കൊച്ചി രാജാവ്, തിരുവിതാംകൂർ രാജാവ്, ഇവരൊക്കെ തമ്മിൽ നടത്തിയുള്ള യുദ്ധങ്ങളുടെ കഥയൊക്കെ അറിയാം. സാമൂതിരിക്ക് ആയിട്ടുള്ള യുദ്ധത്തിന്റെ കഥയൊക്കെ അറിയാം. അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വിവിധ നാട്ടുരാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചിതറിക്കിടന്നിരുന്ന ഈ രാജ്യത്തെ നെഹ്റുവിന്റെ ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇന്ത്യയുടെ ഈ വൈജാത്യവും അതിന്റെ ഏകത്വത്തെ കുറിച്ച് വളരെ ഭംഗിയായി നെഹ്റു വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ വിവിധ നാട്ടുരാജ്യങ്ങളും വ്യത്യസ്തമായ രൂപത്തിലൊക്കെ ചിതറിക്കിടക്കുമ്പോൾ പോലും അതിനുള്ളിലുണ്ടായ ഒരു ഏകത്വത്തെ കുറിച്ചാണ് ഇന്ത്യ കണ്ടെത്തലിൽ പറയുന്നത്. അതുപോലെ തന്നെ ദ സിന്തസിസ് ഈസ് അവർ ട്രഡീഷൻ എന്ന് പറയുന്ന നെഹ്റുവിന്റെ പ്രസിദ്ധമായൊരു ലേഖനം, അതിലും ഈ ഇന്ത്യയുടെ വൈവിധ്യത്തെ പ്രശ്നം പറയുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉരുകിത്തിളക്കലിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയവും
ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രവും അഭിനവ ഇന്ത്യ രാഷ്ട്രവും രൂപം കൊള്ളുന്നു. അതിനു മുൻപ് പല ചക്രവർത്തിമാർ, ഇപ്പോൾ 6 ചക്രവർത്തിമാർ, 5 ചക്രവർത്തിമാർ, മഹാചക്രവർത്തിമാർ എന്നതിനെ കുറിച്ചൊക്കെ വിവിധ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് തകർച്ച കഴിഞ്ഞപ്പോഴാണ് സുമാർ അഴീക്കോടിന്റെ ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രഭാഷണ പരമ്പര, അക്കാദമിയിലായിരുന്നോ ടൗൺ ഹാളിലായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, അവിടെ ഒരു വലിയ പ്രഭാഷണ പരമ്പര നടന്നിരുന്നു. ആ പ്രഭാഷണ പരമ്പരയിൽ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാർ, അതില് ഒരാളാണ് ഹിന്ദു, 2 പേര് ബുദ്ധനാണ്, ഒരാൾ ജൈനനാണ്, ഒരാൾ അക്ബർ മുസ്ലിമാണ്. അപ്പോൾ മൊത്തം പങ്കുവെച്ച് കഴിഞ്ഞാൽ 4-ൽ 1 ഉള്ളൂ എന്ന് അന്ന് പറഞ്ഞ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യ, നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനം പാടില്ല എന്ന് ഗാന്ധിജി തന്നെ പറയുകയും അതിന്റെ ഭാഗമായി നമുക്ക് കൊച്ചിയിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അവിടെ ഇതൊക്കെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പോലും രൂപീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ദേശരാഷ്ട്ര രൂപീകരണത്തിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ രൂപത്തിൽ പിന്നെ 1905 ബംഗാൾ വിഭജനത്തിനെതിരായി 6 വർഷക്കാലം നീണ്ടുനിന്ന അതിശക്തമായ സമരം ഇന്ത്യൻ ദേശീയതയെ ഊട്ടി ഉറപ്പിക്കുന്നതിൽ, വിളക്കി ചേർക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ചു എന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഈ ഇന്നത്തെ പാകിസ്ഥാനും അന്നത്തെ ബംഗ്ലാദേശും ഒക്കെ അടക്കം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു. അതല്ലാത്ത പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോണ സമയത്ത് അവർ 3 ഓപ്ഷൻ വെച്ചു: ഇന്ത്യയിൽ നിൽക്കാം, പാകിസ്ഥാനിൽ നിൽക്കാം, സ്വതന്ത്രമായി നിൽക്കാം. അങ്ങനെയാണ് നമ്മുടെ തിരുവിതാംകൂർ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. 3 രാജ്യങ്ങൾ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്ന പുനഃപ്രവയലാറിന്റെ വലിയ സമരങ്ങൾ ഉയർന്നു വരുന്നത് ഒക്കെ അങ്ങനെയാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യത്തെ ടെലഗ്രാം മെസ്സേജ് ഒരു ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിൽ തന്റെ ഇടം കാണിച്ച സർ CPK ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് വന്നത് ഇന്നത്തെ ആളുകളുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ അന്നേയും ടെലഗ്രാം വന്നിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലൂടെയാണ് ഇന്ത്യ പാക് ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു. അത് നീണ്ടുനിന്ന ചർച്ചകളിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 1937 ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിലാണ് സവർക്കർ ആദ്യമായി ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്നത്. അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് 40-ലാണ് ജിന്ന ആ വാദം ഉന്നയിക്കുന്നത്, ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ആരാണ് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണക്കാരെന്ന് പറയുമ്പോൾ ഉടനെ ജിന്ന എന്ന് പറയും. അതിന് മുൻപാണ് 37 ഇന്ത്യ എന്ന് പറയുന്നത് 2 രാഷ്ട്രങ്ങളാണ് എന്ന് പറയുന്ന രൂപത്തിൽ ആദ്യം നിലപാട് വയ്ക്കുന്നത് സവർക്കറാണ് 37. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് എത്തുകയും ആ വിഭജനത്തിന്റെ ഭാഗമായി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. മറ്റൊന്ന്, ഗവർണറെ ഇപ്പോ സംസ്ഥാനങ്ങൾ ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യയെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയിൽ വന്ന കാലത്ത് തന്നെ ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ പൂർവികരെ അതിനെ ശക്തമായി എതിർക്കുക മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് അടങ്ങുന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റ്, ആ മഹാരാഷ്ട്ര സ്റ്റേറ്റ് രൂപീകരണം വന്ന സമയത്ത് തന്നെ അതിശക്തമായ രൂപത്തിൽ എതിർത്തിരുന്നു. അതുപോലെ തന്നെ ദേശീയോദ്ഗ്രഥന കൗൺസിൽ, ആ കൗൺസിലിന് ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ കത്തെഴുതിയിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ രേഖയാണ്. ഈ ഫെഡറലിസം ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. യൂണിറ്ററി സ്റ്റേറ്റ് ആണ് അവരുടെ സങ്കല്പത്തിലുള്ളത്. അത് വളരെ വ്യക്തമായി തന്നെ വിചാരധാരയിലൊക്കെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഫെഡറലിസത്തിന്റെ അവസാനത്തെ അംശങ്ങളുണ്ടെങ്കിൽ അതിനെ വരെ കുഴിച്ചു മൂടണം എന്ന് പറയുന്ന യൂണിറ്ററി സ്റ്റേറ്റ് ആണ് അവരുടെ സങ്കല്പം. അപ്പൊ അവർക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ ഗവർണർ ഉപയോഗിക്കുന്നു. ഗവർണർ ഉപയോഗിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നപ്പോൾ ഇന്നലെ ലോകസഭയിൽ 130-ാം ഭരണഘടനാ ഭേദഗതി വന്നിരിക്കുന്നു. ആ 130-ാം ഭരണഘടനാ ഭേദഗതി മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയുടെ അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരം മാത്രം ആക്ട് ചെയ്യേണ്ടതാണെന്ന് സുപ്രീം കോടതി വിവിധ ഘട്ടങ്ങളിലായി വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഗവർണർമാർക്ക് അമിത അധികാരം കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടി ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ അധികാരത്തിലില്ലാത്ത സ്ഥലങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ട്രോജൻ കുതിരകളായി തങ്ങൾക്ക് കാലുകുത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവരുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നത്. അടുത്ത ചോദ്യം. വേദിയിലിരിക്കുന്ന ആദരണീയ വ്യക്തികളെ, ഞാൻ നിങ്ങളെ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാനൊരു 2ാമത്തെ സ്വാതന്ത്ര്യം പങ്കെടുക്കുന്നവരില്ല. കാരണം അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ തീം കണ്ട് ഒന്നുകൊണ്ട് മാത്രം ഞാൻ അവരുടെ ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം മുൻപ് ഇവിടുത്തെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ നേപ്പാളിന് ഇപ്പോഴും അവർ അനുഭവിക്കുന്നില്ലാത്ത ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക
വിലപിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു നിലവിളി 2-3 അവിടെ നിന്നുള്ള കവികൾ വന്ന് പ്രസന്റ് ചെയ്യുകയുണ്ടായി. പക്ഷെ നമ്മുടെ രാജ്യത്ത് 75, 76, 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ വേണ്ട വിധം അനുഭവിക്കാതെ അത് യൂട്ടിലൈസ് ചെയ്യാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും അതൊരു യാഥാർത്ഥ്യമാകാണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടും അത് യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുകയാണ്. അതായത് 15-ാം തീയതിയിലെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ ഒരു സ്വാതന്ത്ര്യ പിക്ചർ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കും. രാഷ്ട്രപിതാവിനേക്കാളും മുകളിൽ രാഷ്ട്രത്തെ വിഭജിക്കാൻ പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ പിക്ചർ വെക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ കേരളത്തിൽ നിന്നും അതിനെതിരെ ശബ്ദം എത്തിയപ്പോൾ അതിന് ന്യായീകരണം പറയാൻ വേണ്ടി സാക്ഷര കേരളത്തിൽ നിന്നുള്ള നമ്മൾ തന്നെ മുൻപ് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഏകതയ്ക്കും ഏകസ്വരത്തിനും ഇന്ത്യ എന്ന സങ്കല്പനത്തെ സങ്കല്പമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഒരുപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ ഇന്ത്യയിലെ ഒരു 6 സംസ്ഥാനങ്ങളിലെ അധ്യാപികയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ കുട്ടികളെ പഠിച്ചത് വീര പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് പഠിപ്പിച്ചത്. നമുക്ക് ഒരേ ഒരു പ്രതിജ്ഞ പഠിപ്പിച്ചത്. അവിടെ പഠിപ്പിക്കുമ്പോഴും പഠിപ്പിച്ച പാഠത്തിൽ നിന്നും പുറത്തേക്ക് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാൻ ബജരംഗവാനും ജയ് വിളിക്കുന്ന കുഞ്ഞു കുട്ടികൾ 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പറയുന്നത്, എന്താണ് പാർട്ടി? അവർക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത കാരണത്തിന് വേണ്ടി അവര് ജയ് പിടിക്കാൻ വേണ്ടി കുഞ്ഞിലേ തന്നെ പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. പിന്നെ അന്ന് പറഞ്ഞ മാതിരി സ്വാതന്ത്ര്യത്തിന്റെ 29-ാം ദിവസം ആഘോഷിക്കുന്ന അമേരിക്കയും ഭൂമിക്ക് ചരമഗീതം പാടിയ നമ്മുടെ നാട്ടിലെ അത് ഭൂമിക്കല്ല, ഇന്ത്യക്ക് ഒരു ചരമഗീതം, ഇന്ത്യ എന്ന ഭാവത്തിനും ഇന്ത്യ എന്ന അഭിമാനത്തിനും ഒരു ചരമഗീതം നമ്മൾ തന്നെ പാടുന്ന അവസ്ഥ എത്തിയെന്നൊരു സംശയവും വിഷമവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ തന്നെ ചെറിയൊരു പ്രതികരണം നടത്താം. സിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകുന്ന ഈ ചിത്രം ഇപ്പോൾ വളരെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൽ സവർക്കർ മുകളിൽ വരികയും ഗാന്ധി താഴെ വരികയും ചെയ്യുക മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിനെ പോലുണ്ടാകുന്ന ആൾക്കാർ അതിനകത്ത് ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതകളുടെ ചെറിയ ചില ശകലങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ മാത്രമാണ്. ഒരു ഡോക്യുമെന്ററി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ പേര് ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ബട്ട് ദ ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അതാണ് ആ ഡോക്യുമെന്ററിയുടെ. ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ബട്ട് ദ ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് അത്തരത്തിലാണ് കാര്യങ്ങൾ റോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വലിയ അജണ്ടയുടെ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഉണ്ണിച്ചക്കൻ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചതുപോലെ അത് നമ്മൾ ഈ ചെറിയ ചർച്ചകളിലൂടെ നമുക്ക് ചെയ്യുന്നതും വലിയൊരു സംഭാവന തന്നെയാണ്. പക്ഷെ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു വലിയ സമരത്തിലേക്ക് നയിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ജോലി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ പേര് വിഷ്ണുവാണ്. മലയാള യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് സ്കോളറാണ്. എനിക്ക് കെ എം മാഷിനോടാണ് ചോദ്യമല്ല, മാഷ് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ ഒന്ന് വിട്ടുപോയതാണോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരത സൃഷ്ടിക്കുന്നതിൽ ഗാന്ധിയും ദേശീയതയെക്കുറിച്ചും ടാഗോറിനെ പോലെയുള്ള ആളുകൾ അവരുടെ രൂപപ്പെടുത്തിയ ദേശീയതയെ സന്ദർഭത്തെക്കുറിച്ചും അവസാനം ഇടത് രൂപപ്പെടുത്തിയിട്ടുള്ള ദേശീയ സന്ദർഭത്തെക്കുറിച്ചുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബഹുസ്വരതയുടെ ഒരു ഐഡിയൽ സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ശ്രമിച്ചിട്ടുള്ള വ്യക്തി ഡോക്ടർ B.R. അംബേദ്കർ ആണെന്ന് തോന്നുന്നു. കാരണം അംബേദ്കറാണ് പൊളിറ്റിക്കൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഈ ഒരു സന്ദർഭത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലാണ് അദ്ദേഹം പെരിയാർ, നമ്മുടെ തമിഴിൽ നിന്നുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ പൊളിറ്റിക്കൽ നാഷണലിസത്തിന് മുന്നിൽ കിടന്ന വ്യക്തികളാണ്. അങ്ങനെ ഒരു ബഹുസ്വരതയെ സൃഷ്ടിക്കാനുള്ള ഒരു എലിമെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഡോക്ടർ B.R. അംബേദ്കറാണ്. അപ്പോൾ ആ പൊളിറ്റിക്കൽ നാഷണലിസത്തെ കൂടി ഈ ഒരു ധാരയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഒരു കാര്യം. പിന്നെ മാഷ പറഞ്ഞ പോലെ ഈ ബഹുസ്വരതയെ സൃഷ്ടിക്കുന്നത് ശരിക്കും ഒരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് ശരിക്കും ഈ മിശ്ര വിവാഹ രീതിയാണ്. അതിലൊന്നാണ് ഈ മതപരിവർത്തനം. ശരിക്കും മതപരിവർത്തനം ഇസ്ലാമിൽ ചിലപ്പോൾ മതപരിവർത്തനം നടക്കാം, ക്രിസ്ത്യാനിറ്റിയിൽ നടക്കാം. പക്ഷേ ഒരു മതമല്ലാത്ത ഹിന്ദു മതത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രാക്ടീസ് നടക്കുന്നത്? കാരണം വിവിധ ജാതികളായി നിലനിൽക്കുന്ന ഒന്നാണ്. ആ ജാതികൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ പരസ്പര വിവാഹം നടത്തുന്നത്. അത് ഈ പറയുന്ന
കാലഘട്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന യഥാർത്ഥത്തിലുള്ള ജാതികൾ തമ്മിൽ തന്നെ പരസ്പര വിവാഹം അല്ലെങ്കിൽ മിശ്രവിവാഹത്തിലേക്ക് നടക്കുന്നില്ല. ആ ഒരു സന്ദർഭം ഇങ്ങനെയൊക്കെ നടക്കും. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ബഹുസ്വരത ഏകസ്വരത എന്നൊക്കെ പറഞ്ഞ മീൻസ് ആ ഒരു ഐഡിയൽ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാക്ടീസ് നടക്കുന്നില്ല. മാഷ് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ലേഖനങ്ങളോ പുസ്തകങ്ങളോ എഴുതിക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ ബഹുസ്വരത സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രാക്ടീസിലൂടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നമുക്ക് ഈ പറയുന്ന പോലെ മറ്റൊരു ജാതിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിലേക്കോ നമ്മൾ വിവാഹം ചെയ്യുകയും അങ്ങനെ ആ ബ്ലഡ് റിലേഷൻ അഭിലാഷ് അംബേദ്കറൊക്കെ പറഞ്ഞ പോലെ രക്തത്തിലൂടെ മാത്രമേ ഇതിനെ മറികടക്കാൻ നമുക്ക് പറ്റൂ എന്ന് പറയുന്നത് മാഷിൻ്റെ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ അഭിപ്രായം ഞാൻ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകയാണ്. അതേക്കുറിച്ചുള്ള വിശദമായിട്ടൊരു സംഭാഷണത്തിന് സമയമില്ല. കൂടുതൽ പ്രസക്തമാണ്. നമ്മുടെ ഈ ആലോചനയുടെ തന്നെ ഒരു തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. ആ അർത്ഥത്തിൽ അതിനെ അഭിവാദ്യം ചെയ്യുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വിഷയം ഇന്ത്യ എന്ന സങ്കല്പനാണല്ലോ. KN-ഉം UC-യും ഞാനും എല്ലാം പണ്ട് വിളിച്ച ഒരു മുദ്രാവാക്യം ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത. അരി ചോദിച്ചാൽ 16 ഇന്ത്യ എന്നത് നമ്മൾ ആ ഇടതുപക്ഷം ഉയർത്തിയ ഈ ഒരൊറ്റ ഇന്ത്യ എന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിന് മുൻപോട്ട് വെച്ച അമേരിക്കൻ മോഡൽ അറബിക്കടല് എന്ന മുദ്രാവാക്യവുമൊക്കെ അല്ലേ ഇന്ത്യ എന്ന ഒരു കപട ദേശീയതയെ ഉണ്ടാക്കി വിവിധ ദേശീയതകളെ, ഇന്ത്യയുടെ ബഹുസ്വൃതമായ ദേശീയതകളെ ഇല്ലാതെയാക്കാൻ ഈ വർഗീയ ശക്തികൾക്ക് കൂടുതൽ ബലം തന്നാൽ ആ മുദ്രാവാക്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊരു പുനർചിന്തനം നടത്തേണ്ട കാലമല്ലേ എന്നൊരു സംശയം ചോദിക്കുകയാണ്. UC-യോ KN ആരും മറുപടി തന്നാലും കുഴപ്പമില്ല. സ്വാമിജിയുടെ അഭിപ്രായത്തോട് എൻ്റെ പ്രതികരണം ഞാൻ ഈ അവതരണത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഏകസ്വരത ബഹുസ്വരത എന്നതിനെ കേവല വിപരീതങ്ങളായിട്ടല്ല നമ്മൾ നോക്കിക്കാണേണ്ടത്. മറിച്ച് ഏകസ്വരത എപ്പോഴാണോ മർദ്ദകമായി തീരുന്നത് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇനി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും വിവരിക്കേണ്ട കാര്യമില്ല. അധിനിവേശത്തിൻ്റെ, അതായത് ഒരു ജനത സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അതിന് നമ്മൾ കൊടുത്ത വില വളരെ വലുതാണ്. ആ സമയത്താണ് ആ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ സമയത്താണ് ഈ മുദ്രാവാക്യം ഉയർന്നു വന്നത് എന്ന് മാത്രമാണ് സംക്ഷിപ്തമായിട്ട് പറയുന്നത്. സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ്, ക്ഷമിക്കണം. നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സമസ്യയുടെ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് തുറന്നു വെക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വലിയ സംവാദത്തിന് വിധേയമാകേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും ആ ഒരു തരത്തിലേക്ക് ഈ ഒരു ചർച്ചയെ ഉയർത്തിക്കൊണ്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും വിഷയം അവതരിപ്പിച്ചവരോടും ചർച്ചയിൽ പങ്കെടുത്ത് അതിനെ കൂടുതൽ പുഷ്ടമാക്കിയവരോടും എല്ലാം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.